അതായത് ഹിന്ദുക്കൾ പൂജാമുറിയിലാണ് രാമായണവും ഭഗവത്ഗീതയും വെച്ചത്. പൂജാമുറി നല്ലതാണ്, പക്ഷെ പൂജാമുറിയിൽ വെക്കേണ്ടത് മാത്രമല്ല രാമായണവും ഭഗവത്ഗീതയും, അത് പഠിക്കുവാനുള്ളതാണ്. അങ്ങനെ പൂജാമുറിയിൽ വെച്ച സമയത്തൊരു ദോഷമുണ്ടായി. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല കേട്ടോ, സർക്കാരിന്റെ കണക്കാണ്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു ആകുന്നത് ഹിന്ദുവിന് പുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? ബാക്കി എല്ലാവർക്കും ഓരോ പുസ്തകമാണ്. നമുക്കോ 4 വേദം, 5 ഉപവേദം, 6 വേദാംഗം, 18 പുരാണം, 108 ഉപനിഷത്ത്, 2 ഇതിഹാസം, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, വാസ്തുശാസ്ത്രം, സംഗീതശാസ്ത്രം നിരത്തി വെച്ചാൽ നിങ്ങളുടെ ഈ കോയമ്പത്തൂർ ടൗൺ മൊത്തം വേണ്ടി അത്രയേറെ പുസ്തകങ്ങളുണ്ട്. ബാക്കി എല്ലാവർക്കും എടുക്കാൻ ഓരോ ദൈവമുണ്ട്. നമുക്ക് ആരൊക്കെയാണ് 30 മുക്കോടി എന്നൊക്കെ നമ്മൾ അതിശയോക്തിപരമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. മുരുകൻ ഇവിടെയുണ്ട്, കേരളത്തിൽ അയ്യപ്പനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, കാടാമ്പുഴ ദേവിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇഷ്ടം പോലെ ദൈവങ്ങൾ. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് പോലെ സെലക്ഷനാണ് ഹിന്ദുവിൽ ദൈവങ്ങൾ. പുസ്തകങ്ങളാണെങ്കിൽ കണക്കില്ലാത്ത പുസ്തകങ്ങളാണ്. ഗുരു പരമ്പര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ ഗുരുക്കന്മാർ. എന്നിട്ടും എന്റെ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. ഇതൊക്കെ പൂജാമുറിയിലാണുള്ളത്, വായിച്ചു നോക്കുന്നില്ല, ഇതിലെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് ഇതൊക്കെ ഒന്ന് പുറത്തെടുക്കണം, നമ്മളെല്ലാം വായിക്കണം, പഠിക്കണം. നമ്മളൊരു മതമല്ല, മതവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം. മതത്തിന് ചട്ടക്കൂടുണ്ട്. ഒരാൾ തുടങ്ങി വെച്ചു, ഇത്ര ദിവസം ഇന്നേ നേരമൊക്കെ പള്ളിയിൽ പോകണം, പോയാൽ സ്വർഗം കിട്ടും, പോയില്ലെങ്കിലോ നരകം കിട്ടും. അപ്പൊ ഈ വന്നിരിക്കുന്ന ആളുകളെ സ്വർഗം കാണിച്ച് മോഹിപ്പിക്കാനോ നരകം കാണിച്ച് പേടിപ്പിക്കാനോ പറ്റില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. മനസ്സിലായല്ലോ? സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ അച്ഛനെ അമ്മയെ നോക്കുന്നത്? അല്ല, നമ്മുടെ കടമയായതുകൊണ്ടാണ്. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണോ ഈ രാമായണ സംഗമത്തിന് ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. ഇനി ഇവിടെ വന്നില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ പേടിയുണ്ടാവും. എന്നാൽ പിന്നെ ഒന്ന് കാണാം എന്ന് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഒരു ഹിന്ദു ആരായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറയുന്നുണ്ട്, യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതവി. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കുന്നവൻ, അന്യത് യുക്തിരഹിതമായത് തൃണമിവത്യാജ്യം പുല്ലുപോലെ വലിച്ചെറിയുന്നവൻ, അപ്യുക്തം പത്മജന്മനാം. സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് നമ്മുടെ ബുദ്ധിക്ക് ചേരാതെന്ന് പറഞ്ഞാൽ ബ്രഹ്മാനോട് എന്ത് പറയണം? ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് ഹിന്ദു എന്ന് മനസ്സിലാക്കണം. ഭഗവത്ഗീത വേദങ്ങളുടെ സാരസംഗ്രഹമാണ്. ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 18 അധ്യായങ്ങൾ, 700 ശ്ലോകങ്ങളാണ് ഗീതയിൽ. അർജുനൻ കുരുക്ഷേത്രത്തിൽ ആയുധമൊക്കെ താഴെ വെച്ച് ഇനി ഒരു പരിപാടിയും ഇല്ലാതെ പറഞ്ഞു. ഒരു സൈനിക കമാൻഡർ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 5 പ്രാവശ്യം ഫൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ചൈനയോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധ സമയത്ത് ഭാരതത്തിന്റെ സൈനിക തലവനായ കരസേനാ മേധാവി പറയുകയാണ്, പാകിസ്ഥാനോട് യുദ്ധം ചെയ്തത് പാവാണ്, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നമ്മളോട് യുദ്ധത്തിൽ വന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു പട്ടാളക്കാരൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നിട്ട് അയാൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യാം? വലിയ സ്വീകരണ പരിപാടികൾ, ആരെയും അമ്പാരിയും ചെണ്ടമേളം വാദ്യമേളം ഒക്കെ ഉണ്ടായി വലിയ സ്റ്റേജിൽ വന്ന് വലിയ അവാർഡുകളൊക്കെ കൊടുത്തു. ഇപ്പൊ ഇയാൾക്ക് എന്താ ചെയ്ത് വന്ന് 100 പേരെ കൊന്നിട്ട് വന്നതാണ്. നാട്ടിൽ ലീവിന് വന്ന സമയത്ത് അയൽക്കാരോട് തർക്കമായിട്ട് അയാളെ കുത്തിക്കൊന്നാൽ നിങ്ങൾ സ്വീകരണം കൊടുക്കുമോ? ഇല്ല. അപ്പോൾ 100 പേരെ കൊന്നപ്പോൾ അവാർഡ് കിട്ടി, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയറി കിട്ടി. എന്തുകൊണ്ട്? ഇപ്പൊ കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. യുദ്ധത്തിൽ ധർമ്മത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സംരക്ഷണത്തിന് ഒരു സൈനികൻ ആയുധം കയ്യിലെടുക്കേണ്ടി വരും. ഈ ആയുധം ഉപയോഗിച്ചിട്ട് ആളുകളെ കൊല്ലുകയും ചെയ്യേണ്ടി വരും. അതൊരിക്കലും പാപമല്ല. രാമനെ നമ്മൾ ആരാധിക്കുമ്പോഴും 72 മിനിറ്റ് കൊണ്ട് 14,000 ആളുകളെ രാമൻ കൊന്നിട്ടുണ്ട്. നമ്മുടെ ശൂർപ്പണയുടെ മൂക്ക് ചെത്തിയ വിഷയമായിട്ട് കേരളടക്കമുള്ള ആളുകൾ ചോദിക്കാൻ വന്നില്ലേ? അപ്പൊ 14,000 ആളുകളെ രാമൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആ രാമനെ വിശേഷിപ്പിക്കുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ എന്നാണ്. ഇത് പറഞ്ഞത് മാരീചനാണ്. രാമന്റെ ബാണമേറ്റ് ഓടിയാണ്. രണ്ടാമത് മാനിന്റെ രൂപത്തിൽ വന്നപ്പോൾ രാമന്റെ ബാണമേറ്റ് മരിച്ചാണ്. ഇപ്പൊ രാമനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾ രാമനെ കുറിച്ച് പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ.
രാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്നു. അത്രമാത്രം ഔന്നത്യമുണ്ട്, അത്രമാത്രം ശ്രേയസ്സുണ്ട്, ശ്രേഷ്ഠതയുണ്ട് രാമൻ. ആ രാമനെ കുറിച്ചാണ് നമുക്ക് അല്പസമയം ചിന്തിക്കേണ്ടത്. രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണ്. ഒന്നാമത്തേത് ബാലകാണ്ഡം, രണ്ടാമത്തേത് അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം, ഉത്തരരാമായണം എന്നും അതിനെ വിശേഷിപ്പിക്കും. 24,000 ശ്ലോകങ്ങൾ വാൽമീകി രചിത രാമായണം. ഈ രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ 500ഓളം രാമായണ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ആനന്ദ രാമായണം, അത്ഭുത രാമായണം, തുളസി രാമായണമാണ് ഉത്തരഭാരതത്തിൽ. അതിലൊരു രാമായണമുണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ. ആ രാമായണത്തിന്റെ പേരെന്താ? കമ്പരാമായണം. ഇതിൽ 6 കാണ്ഡങ്ങളിൽ. ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതിൽ സീതാദേവി രാവണന്റെ പുത്രിയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ DMK-കാർക്ക് രാമനോട് അത്ര താല്പര്യമില്ല. അവർ രാവണനാണ് ഹീറോ എന്ന് പറയുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ നാടിനെ നശിപ്പിച്ചു. ആ ചിന്ത ഒറീസയിൽ നിന്ന് ഈ തമിഴ്നാടിൽ നിന്ന് LTT വരെ നീണ്ടു നിൽക്കുന്ന ഒരു ശൃംഖലയുണ്ടായിരുന്നു, നക്സൽ ശൃംഖല. ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളുന്ന മാവോയിസ്റ്റ് ശൃംഖലയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ രാമവിരോധം കൂടിയാണ്. നിങ്ങൾ രാമനെതിരെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രത്തിനെതിരെ ചിന്തിക്കുക എന്നാണ് അർത്ഥം. മഹാത്മാഗാന്ധി 1920 കാലഘട്ടത്തിൽ ആർക്കും പരിചയമില്ല. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയായിരുന്നു കർമ്മമേഖല. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ആളുകൾ തയ്യാറാകുന്നില്ല. അപ്പൊ അദ്ദേഹം ചെയ്തെന്നറിയോ? ഒരു കയ്യിൽ തുളസിമാലയും മറുകയിൽ ഭഗവത്ഗീതയും. അങ്ങനെ ഗാന്ധിജി എല്ലാവരും സ്വീകരിച്ചപ്പോൾ ഗാന്ധിജിയോട് നാട്ടുകാർ ചോദിച്ചു, സായിപ്പിനെ ഓടിച്ചിട്ട് നമ്മളിപ്പോൾ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? ഗാന്ധിജി പറഞ്ഞ രാജ്യത്തിന്റെ പേര് മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. അല്ല, രാമരാജ്യം എന്നാണ് ആര് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത്. സായിപ്പിനെ ഓടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യത്തിന്റെ പേര് രാമരാജ്യമാണ്. അപ്പൊ ആ രാമനെ കുറച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന കമ്പരാമായണം. എന്നാൽ അതിനും സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. രാവണന്റെ പുത്രിയായിട്ട് സീതയെ പറയുന്ന ഒരു കവിത നമ്മുടെ കേരളത്തിൽ വയലാർ രചിച്ചു, രാവണപുത്രി. അതിൽ വളരെ മനോഹരമായിട്ടാണ് വയലാർ ആ കവിതയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മാറിൽ തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണങ്ങൾ ഓരോന്നായി വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണ് മൈഥിലി. പെറ്റുവീണപ്പോഴേ കൺമണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലതിയിൽ തന്റെ മനസ്സിൻ കയങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും ആ പൈതൽ എങ്ങോ മറഞ്ഞുപോയി. നല്ല വരിയാണല്ലേ? വയലാറിന്റെ വരികളൊക്കെ സൂപ്പറാണ്. മാത്രമല്ല വയലാർ മറ്റൊരു പണിയും നമുക്ക് തന്നു. താടകയെ രാമന്റെ കാമുകിയാക്കി. നിങ്ങൾ മനസ്സിലാക്കിയ താടകയെ രാമൻ കൊന്നതല്ലേ? അതെ, ഞാനും മനസ്സിലാക്കിയ താടക അങ്ങനെയാണ്. പക്ഷേ വയലാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ താടകാരാണ്? രാമന്റെ കാമുകിയാണ്. ആ രാത്രി വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ കാട്ടിലൂടെ അനങ്ങാതെ ഒച്ചയുണ്ടാക്കാതെ ഒട്ടുവളകൾ കിലുക്കാതെ ഏകയായി ദാശരഥൻ അരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ പടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർക്കൊണ്ടൽ ഹേമാംഗങ്ങളിൽ താടകൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർവികാരം ഉണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തു വിടർന്നുപോയി രാമന്റെ കണ്ണുകൾ. നോക്കൂ, എന്തൊരു ക്രൂരതയായിരുന്നു. താടകയെ കൊണ്ട് ആരെ ചുംബിപ്പിച്ചു? രാമനെ തന്നെ. എന്നിട്ട് നമ്മൾ അയാളെ കൈവിട്ടിയോ കാല് വിട്ടിയോ? ഇല്ല. അതാണ് ഭാരതം, അതാണ് ധർമ്മം. അബ്സല്യൂട്ട് ഫ്രീഡം, ദാറ്റ് ഈസ് ധർമ്മം. അതാണ് ധർമ്മത്തിന്റെ പ്രത്യേകത. പക്ഷെ ഈ ധർമ്മത്തെ ഏറ്റവും ചൂഷണം ചെയ്ത ജനതയാണ് പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികളും ഹിന്ദു യുവതി യുവാക്കളും. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ടാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പോകുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുവാനും അമ്പലത്തിൽ പോകാനും പോകാതിരിക്കുവാനും എല്ലാം സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളൊരു ഹിന്ദു ആയത് കൊണ്ടാണെന്ന തിരിച്ചറിവ് അവർക്കില്ലാതെ പോയത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഇത്തരം വേദികളില്ലാത്തത്. നമുക്ക് അവരെ തിരിച്ചു പിടിക്കണം. ഇപ്പം പാഠശാല 12,000-ഓളം കുട്ടികളെ രാമായണം പഠിപ്പിച്ചു. അതിലൊരു 100-300 കുട്ടികൾ പാലക്കാട് ജില്ലയുടെ പ്രോഗ്രാമിന് അവിടെ വന്നില്ല. നന്നായിട്ട് മക്കൾ രാമായണം പാരായണം ചെയ്തു. ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും. നാളെ എറണാകുളത്ത് ഏകദേശം നമ്മളൊരു 1000-ഓളം കുട്ടികളെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ തന്നെയാണ് ആലപ്പുഴയിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം. 8-ാം തീയതി തിരുവനന്തപുരത്ത് കഴിയുന്നതോടുകൂടി 14 ജില്ലകളിലും ശ്രീരാമരാജ്യം എന്ന പേരിൽ രാമായണ സംഗമം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. കാരണം ഞാൻ യുവതി യുവാക്കളുടെ ഒരു ക്യാമ്പയിൻ പങ്കെടുക്കുകയാണ് ഒരു 4-5 വർഷം മുമ്പ്. അപ്പോൾ അവരോട് പല ചോദ്യങ്ങളും ഉത്തരം, അതാണ് ക്ലാസ്സുകളാണ് നമുക്കിഷ്ടം.
അപ്പൊ ചോദിച്ചു രാമായണം വായിക്കാറുണ്ടോ? രാമായണത്തെ കുറിച്ച് ഞാനിങ്ങനെ ചുമ്മാ വാദവരാതെ സംസാരിച്ചു. അപ്പോൾ ഒരു യുവതി, ഒരു 35 വയസ്സ് യുവതി, അവർ പറഞ്ഞു അതിനെനിക്ക് പ്രായമായിട്ടില്ല, രാമായണം വായിക്കാനുള്ള പ്രായം എനിക്കായിട്ടില്ല. ഞാൻ ചോദിച്ചു മേഡം എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 60 വയസ്സായിട്ടില്ല. അപ്പൊ രാമായണം വായിക്കേണ്ട പ്രായം ഏതാണ്? 60 വയസ്സ്. നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. 60 വയസ്സ് കഴിഞ്ഞവരാണ് ഇപ്പൊ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നത്. മുടി നരക്കണം, ഊരവേദന, മുട്ടുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം വരുന്ന സമയത്ത് വീട്ടിൽ പണിയുന്നില്ലെങ്കിൽ നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ കുട്ടി എവിടെ ഇരിക്കും? കുട്ടി അവിടെ മൊബൈൽ കൊണ്ട് കളിച്ചിരിക്കും. മുത്തശ്ശി എന്ത് ചെയ്യും? അപ്പൊ മുത്തശ്ശി വായിക്കേണ്ട പുസ്തകത്തിന്റെ പേരാണേത്. അപ്പൊ എനിക്ക് പ്രായമായിട്ടില്ല, എനിക്ക് എന്ന് ആ യുവതി പറഞ്ഞു. അപ്പൊ കുറച്ച് സമയം എടുത്തു അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കുവാൻ. പ്രായമുള്ള ആളുകൾ രാമായണം വായിക്കുന്നത് നല്ലതാ, ശാന്തിക്ക് നല്ലതാ. പക്ഷെ ആരാണ് ഏറ്റവും പ്രയോജനം ചെയ്യാൻ? കുട്ടികൾക്കാണ്. കാരണം ഇന്ന് 10 വയസ്സുള്ള ഒരു കുട്ടി 100 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ 90 വർഷം അവനെ കാത്തു കിടക്കുകയാണ്. ഇന്ന് 80 വയസ്സുള്ള മുത്തശ്ശി 100 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ 20 കൊല്ലേ ബാക്കി. മനസ്സിലായില്ല? അപ്പൊ കുട്ടികൾ രാമായണം വായിക്കുന്നതാണ്, യുവതി യുവാക്കൾ രാമായണം വായിക്കുന്നതാണ് ഏറ്റവും പ്രസക്തമായത്. അങ്ങനെ വായിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? രാമായണം നമുക്ക് എന്ത് ഗുണമാണ് നൽകുന്നത്? ഈ വിഷയമാണ് 1 മണിക്കൂറിൽ നിന്ന് നമുക്ക് 1 മണിക്കൂർ ചിന്തിക്കേണ്ടത്. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ അയനം, അയനം യാത്ര. രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. അതുകൊണ്ടാണ് ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരയുഗവും കഴിഞ്ഞിട്ട് ഈ കലിയുഗത്തിലും നമ്മൾ ആരെ കുറിച്ച് പറയുന്നത്? രാമനെ കുറിച്ച് പറയുന്നത്. ചില ആളുകൾ വീട്ടിൽ വന്നു, 10 മിനിറ്റ് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു, അവർ തിരിച്ചു പോയാൽ നമ്മൾ പറയും അയാൾ വീണ്ടും വന്നിരുന്നെങ്കിൽ. പറയാറില്ലേ? ചില ആളുകൾ വീട്ടിൽ വന്നു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോയാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു, ഇനി ഒരിക്കലും അയാൾ വരാതിരുന്നെങ്കിൽ. ഒരു മനുഷ്യനെ കുറിച്ച് പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. നല്ല വാക്കിലൂടെ ഏതൊരു മനുഷ്യ മനസ്സിനെയും നമുക്ക് കൈയെടുക്കാം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീട് കിടക്കുന്ന ദുര്യോധനന്റെ തുടയ്ക്ക് വീണ്ടും വീണ്ടും ഇടുക്കിയാണ് ഭീമൻ. ഇടിച്ച് ചമ്മന്തി പരുവത്തിലായിട്ടുണ്ട് ഓൾറെഡി തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഭീമനോട് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു, എന്താ ഇവനോട് ഇത്ര വെറുപ്പ്? അപ്പൊ ഭീമൻ പറയുകയാണ്, എന്റെ ഭാര്യ പാഞ്ചാലിയോട്, ദ്രൗപദിയോട് ഈ ദുഷ്ടൻ കൗരവ രാജാസിൽ വെച്ച് പറഞ്ഞു, ഈ തുടയിൽ വന്നിരിക്കടിയെന്ന്. തുട ഞാൻ ബാക്കി വെച്ചേക്കില്ല. പൊതുവെ ഫിലോസഫി പറയാത്ത ആളാണ് ആര്? ഭീമൻ, ഫുഡിന്റെ ആളാണ്. പക്ഷെ ഭീമൻ അന്നൊരു ഫിലോസഫി, തത്വശാസ്ത്രം പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, വാളുകൊണ്ടുള്ള മുറിവ് വേഗം ഉണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. ശരിയാണോ ഇത്? അപ്പൊ നമ്മളെല്ലാം വാക്കുകൊണ്ട് ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാവും അല്ലേ? ഇനിയിപ്പോ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ആരെയെല്ലാം മുറിവേൽപ്പിച്ചു എന്നല്ലേ. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ മുറിവേൽക്കുന്നവരും മുറിവേൽപ്പിക്കുന്നവരുമാണ് നമ്മൾ. നമുക്ക് ഇന്നു മുതൽ രാമായണം പഠിച്ചാൽ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാം, മുറിവേൽപ്പിക്കുന്നത്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ചിലപ്പോൾ ഭർത്താവ് ഭാര്യയായിരിക്കും, ഭാര്യ ഭർത്താവിനെ ആയിരിക്കും. കലഹിക്കണം വീട്ടിൽ. എത്ര പ്രാവശ്യം കലഹിക്കണം ഒരു ദിവസം? നമ്മുടെ കണക്കുകാരൻ 1 വീതം 3 നേരം, 1 വീതം 3 നേരം. പക്ഷെ കലഹിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കലഹം പോലും വളരെ സുഖമാണ്. ഭാര്യ ഭർത്താവ് കലഹിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കലഹം സബ്ജക്ട് ഓറിയന്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ചക്കയെ കുറിച്ചാണ് കലഹം തുടങ്ങിയതിൽ അത് ചക്കയിൽ തുടങ്ങി, ചക്കയിൽ തുടർന്ന് ചക്കയിൽ തന്നെ അവസാനിക്കും. ഇത് തുടങ്ങിയ ചക്കയിലായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും? ഗിവ് റെസ്പെക്ട്. അതാണ് രണ്ടാമത്തെ. ബഹുമാനം പരസ്പരം കാത്തുകൊണ്ട് മാത്രമേ കലഹം പാടുള്ളൂ. 3, ഇണക്കത്തിന്റെ ആയുസ് ലൈഫ് ടൈം. പിണക്കത്തിന്റെ ആയുസ് നൈമിഷികമായിരിക്കും. ഈ 90 വയസ്സുള്ള മുത്തശ്ശന്റെ അരികിൽ 85 വയസ്സുള്ള മുത്തശ്ശി എന്തിനാ കിടന്നുറങ്ങുന്നത്? കാമമാണോ പ്രേമമാണോ? അല്ല, സ്നേഹമാണ്. അതാണ് ഭാരതീയ കുടുംബസങ്കല്പത്തിന്റെ ബേസ്. വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഞാൻ എല്ലായിടത്തും പറയാത്ത ഒരു ഫോട്ടോ നോക്കിയാൽ മതി, വീട്ടിൽ എല്ലാ പ്രശ്നവും തീരും. അപ്പൊ നിങ്ങളിപ്പോൾ ആലോചിക്കില്ലേ ഏതാണ് ഫോട്ടോ? അത് പരമേശ്വരന്റെ കുടുംബത്തിന്റെ ഫോട്ടോ. അന്ന് തണുകുടുംബം, 2 മക്കളായിരുന്നു, ഒരു ഭാര്യ 2 മക്കൾ. പക്ഷെ വേറെ 5 ആൾ കൂടി ആ വീട്ടിലുണ്ട്. പരമേശ്വരന്റെ കഴുത്തിൽ ഒരു പാമ്പ്, ഗണപതിക്കൊരു എലി, സുബ്രഹ്മണ്യനൊരു മയില്, പരമേശ്വരന്റെ വാഹനമായിട്ട് ഒരു കാള, പാർവതികേത സിംഹം. നിങ്ങളുടെ ഈ കോയമ്പത്തൂരൊക്കെ പാമ്പലിയെ കണ്ടാൽ ഹൗവ എന്ന് ചോദിക്കുമോ? ഓടിച്ചിട്ട് പിടിക്കും. പക്ഷേ പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഗണപതിയുടെ എലിയെ പിടിയില്ല. സുബ്രഹ്മണ്യന്റെ മയിലിന് ഏറെ പ്രിയമുള്ള മാംസമാണ് പാമ്പിറച്ചി. പക്ഷേ ഈ പാമ്പിനെ ഈ മയില് പിടിയില്ല. പാർവതീ ദേവിയുടെ സിംഹത്തിന് ഏറെ പ്രിയമുണ്ട്. പരമേശ്വരന്റെ വാഹനമാണ് കാളയുടെ ഇറച്ചി. പക്ഷേ ഈ കാളയെ ആര് പിടിക്കില്ല? ഈ സിംഹം പിടിക്കില്ല. ഒരു ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. സ്നേഹം, പരസ്പര വിശ്വാസം.
ഇത് ഈ ഫോട്ടോയിലാണ്. ഈ ഫോട്ടോയിൽ വെച്ചിരിക്കുക പാമ്പും എലിയും സിംഹവും കാളയൊക്കെ ഒരു വീട്ടിലാണെങ്കിൽ പിന്നെ ഞാനും എൻ്റെ ഭർത്താവിനൊരു പേരെന്താ പ്രശ്നമാണ്? പാമ്പും എലിയും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഒരുപാട് തത്വങ്ങളുടെ വിചാരമാണ് നമ്മുടെ. വിഷ്ണുവിന് എന്തിനാ 4 കൈ? വിഷ്ണു സർവവ്യാപി എന്നാണ്. വിഷ്ണുവിന് 4 കൈകളാണ്. ഒന്നാമത്തെ കയ്യിൽ എന്താ? ശംഖ്. ശംഖ് ഒരു ജലജീവിയാണ്. അതിന്റെ മാംസത്തെ മാറ്റി ശംഖൂതിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഓങ്കാരം പുറത്തേക്ക് വന്നു. ഓം ഏകാക്ഷരം ബ്രഹ്മ, പ്രണവാകാരം, അറിവിന്റെ പ്രതീകമാണ് ശംഖ്. രണ്ടാമത്തെ കയ്യിൽ എന്താ? ചക്രം, സുദർശന ചക്രം. അത് അസ്ത്രമാണ്. ദൂരെ നിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പേര് അസ്ത്രം എന്ന് പറയും. അതായത് ദൂരെയുള്ള ശത്രുവിനെ നിഗ്രഹിക്കുവാൻ അസ്ത്രം. അടുത്ത് വന്നാലോ? ഇടിച്ചു കൊല്ലുവാൻ ഗദ, ശസ്ത്രം. കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ ശസ്ത്രമെന്നും ദൂരെ നിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ അസ്ത്രം എന്നും പറയും. നാലാമത്തെ കയ്യിൽ എന്താ? പങ്കജം, താമര. താമര ഇവിടെ വളരുന്നത് ചെളിയിൽ. ചെളിയിൽ വളരുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ താമരയാണ്. ചെളിയിൽ വളരുമ്പോഴും ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, അത് വിശുദ്ധിയാണ് താമര. ചക്രം എന്ന് പറയുന്നത് അസ്ത്രമാണ്, ഗദ എന്ന് പറയുന്നത് ശസ്ത്രമാണ്, വേദമാണ്, ശംഖ് പ്രതീകമാണ്. ഗണപതിയുടെ വാഹനം എന്താ? കോയമ്പത്തൂരൊക്കെ എലി. അവിടെ നിങ്ങളുടെ നാട്ടിലും എലി. ഞങ്ങൾ ഇവിടെ ബെൻസാറ്റാണോ എന്ന്. ഇപ്പം ഈ ഗണപതി വിചാരിച്ചാൽ ഒരു ബെൻസൊക്കെ മേടിച്ചൂടെ? പക്ഷെ എന്തുകൊണ്ടാണ് ഗണപതി വാഹനം എലി ആകുന്നത്? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഭൂമിയിൽ ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയാണ് ആര്? എലിയെ സ്നേഹിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ടാകും. വീട്ടിൻ്റെ ഉള്ളിൽ എലി കയറി കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ? കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ. പക്ഷെ ഭൂമിയിൽ ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കുന്ന നിസ്സാരമായ ജീവികളൊന്നായ എലിയും ഏറ്റവും വലിയ ജീവി ഭൂമിയിൽ ഏതാ? ആനയാണ്. ഇതൊക്കെ മുഖ ആനയാണ്. ഏറ്റവും വലിയ ജീവിയും ഏറ്റവും നിസ്സാര ജീവിയും പരസ്പര പൂരകങ്ങളാകുമ്പോൾ മാത്രമേ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തപ്പെടുകയുള്ളൂ. അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ മോരിൽ പാല് ചേർത്ത് വെക്കാറുണ്ടോ രാത്രിയിൽ? ഇല്ലേ? രാവിലെ എന്തായി തീരും? ഇതിപ്പോ എങ്ങനെയാവുന്നത്? നിങ്ങൾ ചേർത്ത് വെച്ചത് മോരാണ്, പാലാണ്. പക്ഷെ കിട്ടിയത് എന്താണ്? ഇത് രണ്ടും അല്ലാത്ത കട്ട പിടിച്ച തൈരാണ്. എങ്ങനെ വന്നു? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്ത കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം പാലിൽ നടക്കുമ്പോഴാണ് പാല് തൈരായി മാറുന്നതെങ്കിൽ ഈ സൂക്ഷ്മാണു നമുക്ക് വേണമോ വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഭാരതം പഠിപ്പിച്ചു, ഈശാവാസ്മിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ വസിക്കുന്നു എവിടെ? സർവചരാചരങ്ങളിലും. തത്വമസി, നിന്നിലും അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്. എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ ഏകനാണെന്ന് പറയുന്നതാണ് ഭാരതത്തിന്റെ തത്വചിന്ത എന്നറിയണം. അവിടെയാണ് രാമൻ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ. ഇതെല്ലാം രാമായണത്തിലുണ്ട്. ദശരഥ മഹാരാജാവ്, നമുക്ക് രാമായണത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. ദശരഥ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേര് കോസലം. കോസലത്തിന്റെ തലസ്ഥാനം അയോധ്യ. അദ്ദേഹത്തിന് 3 ഭാര്യമാർ. ആരൊക്കെയാണ്? കൗസല്യ, കൈകേയി, സുമിത്ര. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിരുന്നു. ആ കിടങ്ങിൽ നിറയെ വെള്ളം നിറച്ചിരുന്നു. അതിൽ നിറയെ മുതലകളെ വളർത്തിയിരുന്നു. ശതാഗ്നി എന്ന് പറയുന്ന ആയുധം ചുറ്റും വിന്യസിച്ചിരുന്നു. ആ കോസല സാമ്രാജ്യത്തിന്റെ ചുറ്റും ഭടന്മാർ ആയുധവുമായിട്ട് കാവൽ നിന്നിരുന്നു. ദേവന്മാർക്ക് വേണ്ടി അടരാടിയ ധീരനായ രാജാവ്. ആ രാജാവിന്റെ രാജ്യത്തിന്റെ ചുറ്റുപോലും ഈ സുരക്ഷ ഉണ്ടായിരുന്നു. മനുവിന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ വിളവ് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ തരാം, പിഴ അടക്കണം. പക്ഷെ ഞാൻ ഫൈൻ അടക്കേണ്ടതില്ല. നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലികെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഫൈൻ അടക്കേണ്ടതില്ല. വീട്ടിൻ്റെ ഉള്ളിൽ കള്ളം കയറി വാതിലടക്കാൻ മറന്നുപോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാതിൽ ദുർബലമായത് കൊണ്ടാണ്. തെറ്റുകാരാര? കള്ളനാണോ വീട്ടുകാരാണോ? വീട്ടുകാരാണ്. കള്ളന്റെ പണി കള്ളൻ എടുക്കണ്ടേ? അപ്പൊ നമ്മൾ അതിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഇത്ര നീതിശാസ്ത്ര പ്രകാരം ഒരു സാമ്രാജ്യത്തെ ഉണ്ടാക്കിയ ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരിലും മക്കളില്ല. മക്കളില്ലാത്തത് സങ്കടമാണ്. എന്നാൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മക്കളുള്ള സങ്കടം. മക്കളുള്ള സംഘടന കൗൺസിലിംഗ് നടത്താറുണ്ട്. ഞങ്ങൾ 15,000-ഓളം കൗൺസിലിംഗ് കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് നമ്മുടെ ടീം 300 പേരുണ്ട്. ശശികുമാർ സാറൊക്കെ കൗൺസിലർ കൂടിയാണ്. ക്യാമ്പ് 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാണ്.
അത് മനുഷ്യരോട് സംസാരിക്കണം. ഇപ്പൊ കേൾക്കാൻ ആളുകൾ സമയമില്ല, കേട്ടുകൊടുക്കുക. ഒരാളുടെ മാനസിക വിഷമമൊക്കെ പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, അത് കേട്ടുകൊടുക്കുക. മൊബൈലിൽ നോക്കാതെ കേട്ടുകൊടുക്കണം എന്ന് മാത്രം. അയാൾ സംസാരിക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ കളിക്കരുത്, മാന്തി കളിക്കരുത്. അയാളുടെ കണ്ണിൽ നോക്കി, പുരികത്തിന്റെ മധ്യത്തിൽ നോക്കി അയാൾ പറയുന്നത് മൊത്തം കേട്ടുകൊടുക്കുക. 45 മിനിറ്റ് കേൾക്കുക, 15 മിനിറ്റ് സംസാരിക്കുക. ഇതിപ്പോ നേരെ തിരിച്ചാണ്. അയാൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് മനസ്സിലാതെ വരും. അപ്പൊ മനുഷ്യനെ കേട്ടുകൊടുത്താൽ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രോബ്ലംസ് പരിഹരിക്കും. അങ്ങനെ ദുഃഖിതനായി മക്കളില്ലാത്ത ദുഃഖം ദശരഥന്. ഒരു ദിവസം അദ്ദേഹം ഗുരുനാഥനോട് ചോദിച്ചു, എനിക്ക് ടെൻഷൻ വല്ലാതെ വർദ്ധിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിങ്ങളൊന്ന് കാട്ടിൽ പോയിട്ട് വരും. കാട് ശാന്തമാണ്, മൃഗയ വിനോദാവാം. അതായത് ഈ നായാട്ട് എന്ന് പറയുന്ന രാജാക്കന്മാരുടെ വിനോദമാണ്. അതൊരു പരിശീലനമാണ്. മനുഷ്യനെ കൊല്ലുവാൻ നിങ്ങൾ പരിശീലിക്കണം. ആര്? രാജാക്കന്മാർ. യുദ്ധം ഉണ്ടാകുമ്പോൾ മനുഷ്യനെ കൊല്ലുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള, അപ്പൊ പട്ടാളത്തിൽ മദ്യം കൊടുക്കാറുണ്ട്. മദ്യത്തിന് നമ്മൾ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും പട്ടാളത്തിൽ റിട്ടയർഡായി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇയാളെ വിടുവോ? 1-ാം തീയതി അയാളുടെ കുപ്പി അവിടെ എത്തും. എന്തുകൊണ്ടാണ് മദ്യം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ ആർമിയിൽ ചെയ്യേണ്ടത് ക്രൂരകൃത്യങ്ങളാണ്. നിങ്ങൾ പാകിസ്ഥാൻ പട്ടാളക്കാരനുമായിട്ട് യുദ്ധം ഉണ്ടായാൽ അവരെ കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ സിമ്പതി, നിങ്ങളുടെ ഉള്ളിൽ ദയാ, കാരുണ്യം ഒന്നും ഉണ്ടാവരുത്. ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്കോ തലയിലേക്കോ വെടിവെക്കുവാനോ, ഇനി ഉണ്ട തീർന്നു പോയി കഴിഞ്ഞാൽ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുവാനോ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു മനസ്സ് ഒരു രാജ്യത്തിന്റെ ആർമി ഓഫീസർക്കോ പട്ടാളക്കാരനോ ഇല്ലെങ്കിൽ രാജ്യം കഷ്ടപ്പെട്ടു പോകും, രാജ്യം തോറ്റുപോകും. അപ്പൊ അതുകൊണ്ട് രാജാക്കന്മാർക്ക് മൃഗയാവിനോദം വിധിച്ചിട്ടുണ്ട്. അദ്ദേഹം കാട്ടിൽ ചെന്നു, ഒന്നിനും കിട്ടിയില്ല. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി, ഒരു മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ കിടന്നു. രാവിലെ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് അദ്ദേഹം ശബ്ദഭേദി ബാണം അയച്ചു. ശബ്ദത്തെ ഭേദിക്കുന്ന ബാണം. പൃഥ്വിരാജ് ചൗഹാനും അതറിയാമായിരുന്നു. അങ്ങനെയാണ് ഗസ്നിയെ കൊന്നുകളഞ്ഞത്. ശബ്ദഭേദി ബാണം അയച്ച ഉടനെ അലർച്ച കേട്ടു, അയ്യോ അമ്മേ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ബാണം ആനക്കല്ല ഉള്ളത്, ഏതോ ഒരു മനുഷ്യനാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ ഇടനെഞ്ചിൽ അമ്പ് തറച്ചുകൊണ്ട് പിടയുന്ന താപസകുമാരൻ. തന്റെ കുടത്തിലേക്ക് വെള്ളം കയറ്റുമ്പോൾ ഉണ്ടായ ശബ്ദവും ആന തുമ്പിക്കൈ വീണ് വെള്ളം കുടിക്കുന്ന ശബ്ദവും സെയിം ആയിരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം: കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ. കൺഫ്യൂഷൻ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പൊ എന്ത് ചെയ്യണം? കൺഫർമേഷൻ വേണം, ഡിസിഷൻ, അതിനുശേഷം തീരുമാനമെടുക്കണം. രാജാവ് ഇത് 3 ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാപം കൊണ്ട് ഭരിക്കേണ്ടി വന്നു. ഒരു നേരത്തെ അശ്രദ്ധ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചളയും. മിക്കവാറും വാഹന അപകടം ഉണ്ടാകുന്ന എങ്ങനെയാ? ഒരു നിമിഷം മൊബൈൽ ഫോൺ നോക്കിയതായിരിക്കും, അപ്പം വന്നിട്ട് വണ്ടിയിടിക്കും. നമ്മളെ ഒരു നേരത്തെ അശ്രദ്ധ ജീവിതത്തിൽ നമുക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. രാജാവിന്റെ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് ഒരു താപസകുമാരന്റെ ഇടനെഞ്ചിൽ ചമ്പുമായി പിടയുന്നു. രാജാവ് ഓടിച്ചെന്ന് അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. തെറ്റുപറ്റിയാൽ എന്ത് പറയണം? അന്ന് തന്നെ വിളിച്ച് സോറി പറഞ്ഞേക്കണം. മൊബൈലിലൂടെ വിളിച്ചാൽ മതി. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 5 വർഷം മുമ്പ് ഇന്നേരു തെറ്റെന്നോട് ചെയ്തു പോയി, സോറി. അത് മതിയാവും, മനസ്സ് ശാന്താവും. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ മസിൽ പിടിച്ചാലോ നമ്മുടെ മനസ്സാക്ഷി നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അത് ഏറ്റവും വലിയ കോടതിയാണ് മനസ്സാക്ഷി കോടതി. ബാക്കിയുള്ളവരെ ബോധിപ്പിക്കുവാൻ പല ന്യായങ്ങളും നമ്മൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇതിങ്ങനെ വളരും, സംഘർഷങ്ങളുണ്ടാവും, മനസ്സ് ശാന്താവില്ല, ഉറക്കം നഷ്ടപ്പെട്ടു, ആരോഗ്യത്തെ ബാധിക്കും. ഒരിക്കലും നിങ്ങൾ വ്യായാമം പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കിടന്ന് മതിക്കുന്നുവെങ്കിൽ സറണ്ടർ ആവണം. നമ്മൾ അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് എന്നാണ് അത് പറയുന്നത്. ഉപാധികളില്ലാതെ ക്ഷമിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മാവനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മാവനും ചോദിക്കും. മിക്കവാറും എല്ലാവരും തെറ്റും അമ്മാവനായിട്ടായിരിക്കും അല്ലേ? 1 സെന്റ് ഭൂമി അമ്മാവൻ്റെതാണോ എന്റേതാണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ബഹളം. കോടതി കയറി ഇങ്ങനെ ഇറങ്ങുന്നുണ്ടാവും. ഇന്ന് നിർത്തിയോക്കും, നിങ്ങൾ ഫ്രീ ആണ്, ശാന്തമാകും മനസ്സ്. നമ്മൾ തോന്നും ഞാനൊരു സംഭവമാണോ എന്ന് അപ്പൊ തോന്നും. ചെറിയ കാര്യങ്ങളുടെ പേരൊക്കെ ആളുകൾ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് വിജയിക്കാനുള്ള ഒരൊറ്റ എളുപ്പവഴിയുണ്ട്. ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല, കോയമ്പത്തൂർ പറഞ്ഞു തരികയാണ് കേട്ടോ. തോറ്റു കൊടുക്കുവാനുള്ള മനസ്സ് വിജയിക്കാനുള്ള എളുപ്പവഴി. ഭാര്യയും ഭർത്താവും കലക്കമുണ്ടായി കഴിഞ്ഞാൽ ആരാ തോറ്റു കൊടുക്കേണ്ടത്? ആരും ഒന്നും പറയുന്നില്ല. ഭർത്താവാണോ ഭാര്യയാണോ? അല്ല. ഇന്ന് മുതൽ നമ്മുടെ മറുപടി ഞാൻ എന്ന് പറഞ്ഞു. എന്താ മറുപടി? ഞാൻ. കാരണം ചിലപ്പോൾ ഭർത്താവിടെ വന്നിട്ടുണ്ടാവില്ല, അയാൾ കേട്ടില്ലല്ലോ ഈ പ്രസംഗം, മനസ്സിലായില്ലേ? ഭാര്യയുടെ വന്നിട്ടാണ്, അവരും കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്താണ്? ഞാൻ. തോറ്റു കൊടുത്താൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല.
എവിടെ പാകിസ്ഥാൻ നമ്മൾ തോറ്റു കൊടുക്കാനാണോ പറഞ്ഞത്? അല്ല, വീട്ടിലാണ് തോറ്റു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ 4ആയി തരംതിരിച്ച് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം ബാച്ചിലർ വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിക്ക് 5 ലക്ഷം ഉണ്ടാവണം. കാകദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്രാത ദൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. കാക്കയുടെ സൂക്ഷ്മത, കൊക്കിന്റെ ഏകാഗ്രത, പട്ടിയെ പോലെ ഉറങ്ങണം. ഇതിനെ പോലെ ഉറങ്ങരുത്, പോത്തിനെ പോലെ ഉറങ്ങരുത്. അല്പാഹാരം, പോഷകസമ്പുഷ്ടമായ 7 കാര്യങ്ങളുള്ള ഭക്ഷണം കഴിക്കണം. വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഫൈബർ. 7 കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉണ്ടാവണം. ജീർണവസ്ത്രം, വസ്ത്രം പരമാവധി ഉപയോഗിക്കണം. നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഉടുക്കാൻ നല്ലൊരു സാരിയില്ല. പക്ഷെ വീട്ടിന്റെ അലമാരയിൽ സാരി വെക്കാണ്ട് സ്ഥലവും ഇല്ല. ഈ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളൊക്കെ ഡീസന്റ് പാർട്ടീസ് ആണല്ലോ. ഞാൻ എന്റെ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അല്പാഹാരം, ജീർണവസ്ത്രം. ജീർണവസ്ത്രത്തെ വസ്ത്രം പരമാവധി ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? ഒരു വസ്ത്രത്തിന്റെ കോസ്റ്റ് നിശ്ചയിക്കുന്നത് അതിലുള്ള ഒരു മനുഷ്യ പ്രയത്നമുണ്ട്. 2000 രൂപയുടെ ഒരു സാരി, 5000ന്റെ സാരി, 10,000ന്റെ സാരി, ലക്ഷത്തിന്റെ സാരി ഉണ്ട്. 1 ലക്ഷം രൂപ ഉണ്ടാക്കുവാൻ നമ്മൾ എത്ര മാസം പണിയെടുക്കണം, എത്ര ദിവസം പണിയെടുക്കണം? ആ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം സന്തുഷ്ടമാകുന്നത്. അപ്പൊ നോക്കുക, ഇതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി കേട്ടോ. കോമൺ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഈ 5 കാര്യങ്ങൾ ഈ ബ്രഹ്മചര്യാശ്രമത്തിൽ അത്യാവശ്യമാണ്. ഇനി പഠനം കഴിഞ്ഞ് കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോൾ വലിയ റിസ്ക്കാണ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾക്കിടയിൽ സംഘർഷം ഉണ്ടാവും. ശാരീരിക പ്രോബ്ലത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാവും. മക്കളെ ചൊല്ലി വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാവും. ഒത്തിരി സംഘർഷങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനെ സന്തോഷമാക്കുവാൻ ഗൃഹസ്ഥാശ്രമം എന്നാണ് പറയാ. വീട് ആശ്രമമായിട്ട് കരുതണം. എന്തെങ്കിലാണ് ആശ്രമം? ഓം ശാന്തി ശാന്തി എന്നാണ് എല്ലാ ദിവസവും. അല്ല, ഇപ്പൊ രാവിലെ ഭാര്യ എഴുന്നേറ്റ് എന്നെ ആര്യപുത്ര എന്ന് വിളിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കില്ല. അപ്പൊ തിരിച്ചങ്ങോട്ട് എന്ത് വിളിക്കണം? ആര്യപുത്രി. ഇത് നടക്കുന്ന കേസല്ല. പക്ഷേ ചില കാര്യങ്ങൾ നടക്കും. ഏതാണ്? ഭാര്യ സാമ്പാർ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സാമ്പാർ ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാർക്ക് ഡീസന്റ് ആണ്. പൊതുവെ ഭർത്താക്കന്മാർ എന്താ പറയാ? മനസ്സിലായല്ലോ? അപ്പൊ ചെറിയ കാര്യങ്ങളിലാണ് ജീവിതത്തിൽ സന്തോഷം കിടക്കുന്നത്. വലിയ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ബക്കാണെങ്കിൽ നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറയോ? ഇല്ല, അവിടെ നാരായണ ചേച്ചി എന്തായി, ഇവിടുത്തെ ചേട്ടൻ എന്തായി, ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലാണ് ജീവിതത്തിൽ സന്തോഷം കിടക്കുന്നത്. ചെറിയ കാര്യങ്ങൾ. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ രാമനെ പിടിക്കും. രാമൻ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിച്ചിരുന്നു, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ. അതുകൊണ്ടല്ലേ രാമൻ സീതയ്ക്ക് വേണ്ടി മാനിനെ പിടിക്കാൻ പോയത്? ചെറിയ കാര്യമില്ലത്. ഒരു സാരി കണ്ടാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യില്ലേ? നിങ്ങളല്ല, എന്റെ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ വീണ്ടും പറയുന്നത്. നമ്മൾ തുണിക്കടയിൽ പോകുമ്പോൾ അതിമനോഹരമായ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഒരു സാരി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ തുണിക്കടയിൽ കയറുമോ ഇല്ലയോ? അന്ന് പറ്റിയില്ലെങ്കിൽ പിറ്റേതെങ്കിലും കയറും. എന്തുകൊണ്ടാ? നമുക്ക് ഇഷ്ടപ്പെട്ടു. സീതയ്ക്ക് ആരെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു? മാനിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ആ മാന് വെറൈറ്റി മാനായിരുന്നു. ആ വെറൈറ്റി മാനെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെന്ന് ആര് വാശി പിടിച്ചു? ഭാര്യ വാശി പിടിച്ച ഭർത്താക്കന്മാർ എന്താവും? സറണ്ടർ ആവും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് മാനിനെ പിടിക്കാൻ ആരോടുന്നത്? രാമനോടുന്നത്. അപ്പൊ തന്നെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ചേട്ടാ എന്തോ ഒരു അപകടമുണ്ടല്ലോ, ഈ മാനെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഒന്നിനോട് അഭിനിവേശം വരുമ്പോൾ നമ്മുടെ വിവേകം നഷ്ടപ്പെടും. എന്തിനാണോ കാമവും പ്രേമവും സ്നേഹവും അന്ധമായി തോന്നുന്നത്, അപ്പം വിവേകം നഷ്ടപ്പെട്ടു. നമ്മുടെ സാധനം വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയും, ക്രോധാൽ ഭവതി സമൂഹ. ക്രോധത്തിൽ നിന്ന് സമൂഹം ഉണ്ട്, അറിവിലായ്മ. സമൂഹാത് സ്മൃതി വിഭ്രമ. അറിവിലായ്മ എന്ന് ഓർമ്മ കുറവുള്ളതാണ്. അതുകൊണ്ടാണ് വെറുപ്പ് കുടിക്കുമ്പോൾ പരിസരം പറഞ്ഞു, ആളെ മറന്നുപോയി, എന്തൊക്കെയാ പറയാ, ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളൊക്കെ പലരും പറഞ്ഞേക്കാം. ക്രോധാത് ഭവതി സമൂഹ. സമൂഹ സ്മൃതി വിഭ്രമ. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശം. ഓർമ്മക്കുറവ്. സ്ഥിരമായിട്ട് ക്രോധം ഉണ്ടാകുന്ന ആൾക്ക് മെമ്മറി ലോസ് ആണ്. ഞാൻ എവിടെയായിരുന്നു താക്കോൽ വെച്ചത്, ഞാൻ എവിടെയായിരുന്നു കണ്ണട വെച്ചത്, ആരും നോക്കിയെടുക്കും. ഇവിടെയാണ് കണ്ണട വെച്ചിട്ടുണ്ടാവുക. കാരണം സ്ഥിരമായിട്ട് ക്രോധാകുമ്പോൾ നെഗറ്റീവ് ഹോർമോൺസ് തലച്ചോറിൽ ഉണ്ടായിട്ട് ഇതിങ്ങനെ തലച്ചോറിനെ മരവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ചൂടാവുന്നതാണ്, നാളെ മുതൽ ചൂടാവാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്ത് 100 മുതൽ താഴേക്ക് എണ്ണിയാൽ മതി. അവരോഹണത്തിൽ. ആരോഹണത്തിൽ നമ്മൾ വേഗം എണ്ണിക്കണം. ഇല്ല 1, 2, 3, 4 തിരിച്ചാൽ പോണോ? 100, 99, 98. അപ്പൊ ചോദിക്കാം നിങ്ങൾ എത്ര വരണം? അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ 1000 മുതൽ താഴെ എണ്ണാൻ പറ്റുമോ? കാരണം അയാളുടെ ക്രോധം ശമിക്കണമെങ്കിൽ അത്രയേറെ സമയം വരും. പക്ഷെ അതൊരു പരിശീലനം. പതുക്കെ പതുക്കെ ഇതൊക്കെ രാമൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് രാമായണത്തിലേക്ക് വരാം. അദ്ദേഹത്തിന് അബദ്ധം പറ്റി. താപസകുമാരന്റെ നെഞ്ചിൽ അമ്പ് തറച്ചു. തെറ്റുപറ്റിയപ്പോൾ മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുത്തു താപസകുമാരൻ. അറിയാതെ പറ്റിയതല്ലേ? പക്ഷേ എനിക്ക് അങ്ങ് 2 കാര്യങ്ങൾ ചെയ്താണ്. നമ്പർ 1,
എന്റെ അച്ഛനും അമ്മയും കണ്ണു കാണാത്തവരാണ്, ഈ കാട്ടിന്റെ ഉള്ളിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു കുടം വെള്ളം ശേഖരിക്കുവാൻ ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇന്ന് വെള്ളം അവർക്ക് അങ്ങ് കൊണ്ടുപോയി കൊടുക്കണം. രണ്ടാമത്തേത്, ഇടനെഞ്ചിൽ തറച്ചിരിക്കുന്ന അമ്പ് എന്റെ ഹൃദയത്തെ അങ്ങേയറ്റം മുറിവേൽപ്പിച്ചിരിക്കുന്നു. കഠിനമായ വേദനയുണ്ട്, അതുകൊണ്ട് എന്നെ മരിക്കാൻ അനുവദിക്കണം. കൊണ്ട് അമ്പ് വലിച്ചൂരി തരണം. അമ്പ് വലിച്ചൂരി കൊടുത്തു. പിടഞ്ഞ് 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 താപസകുമാരൻ അവിടെ വലിച്ചു വീണു. അതാണ് മരിക്കാൻ പോകുമ്പോൾ കടമകളെ മറന്നില്ല. കടമകളെ മറക്കാതിരിക്കുക. നമ്മളെല്ലാം ഓരോ ജീവിതത്തിൽ കടമകൾ ചെയ്യേണ്ടത്. ആ കടമകളെ മറന്നു പോകരുത്. ഈ അവകാശങ്ങളെ കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ പാർട്ടി കേരളത്തിലുണ്ട്, ഇവിടെയുണ്ട്. കടമകൾ ആരും ചെയ്യുന്നു. അവകാശം ആർക്കുള്ളതാ? കടമകൾ ചെയ്യുന്നവന് അവകാശമുണ്ട്. കർമ്മണ്യേ വാധികാരസ്തി മാ ഫലേഷു കഥാചന എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. കർമ്മത്തിലാണ് നിനക്ക് അധികാരം, കർമ്മഫലത്തിൽ അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കൂലി മേടിക്കേണ്ടതാണ് അർത്ഥം. കർമ്മം നിന്റെ കടമയാണ്. ആ കടമത്തിന്റെ റിസൾട്ട് നിനക്ക് വന്നിരിക്കുമോ? 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നീ കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ അടുത്ത മാസം 2-ാം തീയതി നിന്റെ അക്കൗണ്ടിൽ പൈസ വരും. ഷുറായിട്ടും വന്നിരിക്കും, ഒരു സംശയം വേണ്ട. പക്ഷേ 2-ാം തീയതി കിട്ടുന്ന ശമ്പളത്തെ മാത്രം ഓർത്തുകൊണ്ടാണ് നീ പഠിപ്പിക്കുന്നതെങ്കിൽ നീ ഒരിക്കലും ഒരു നല്ല അധ്യാപകനാവില്ല, ഒരു ഗുരുനാഥനാകുവാൻ നിനക്ക് കഴിയില്ല. ഇതൊക്കെ വലിയ അർത്ഥമുണ്ട്. ഇതിന് EMS കൊടുത്തത് പാടത്ത് പണിയെടുത്തിട്ട് കൂലിക്ക് ചോദിക്കരുത് എന്നാണ്. അതാണ് കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞാൽ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ചെയ്തത്. അപ്പോ ഒരു കുടം വെള്ളവുമായിട്ട് രാജാവ് കാട്ടിലെത്തി. വൃദ്ധ ദമ്പതികളെ കണ്ടു. രണ്ടുപേർ കണ്ടു കാണുന്നില്ല. മകൻ മരിച്ചു വരാറിനപ്പോ വല്ലാത്ത സങ്കടമായി. പക്ഷെ അച്ഛൻ വളരെ ബോൾഡായിരുന്നു. മകൻ അരികിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കണ്ടു കാണാത്ത വൃദ്ധ താപസ ദമ്പതിമാരുടെ കൈപിടിച്ചുകൊണ്ട് ആ നദീതീരത്തേക്ക് വന്നു. മരിച്ചു കിടക്കുന്ന മകന്റെ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ചിട്ട് വല്ലാത്ത കരച്ചിലാണ്. മക്കളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയണമെങ്കിൽ അവർക്കൊരു തലവേദന ഉണ്ടായെന്നറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത്രമാത്രം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അൺകണ്ടീഷണൽ ലവാണ് അവർക്ക് കൊടുക്കേണ്ടത്. 2 തരം ലവ് ഉണ്ട്, കണ്ടീഷണൽ ലവും അൺകണ്ടീഷണൽ ലവ്. മക്കൾക്ക് കൊടുക്കേണ്ടത് അൺകണ്ടീഷണൽ ലവ് ആണ്. മക്കൾ തിരിച്ചു തരുന്നത് ചിലപ്പോൾ പലപ്പോഴും കണ്ടീഷണൽ ലവ് ആയിരിക്കും. മക്കൾ തിരിച്ചു തരുന്നത് കണ്ടീഷണൽ ലവ് ആയിരിക്കും. പക്ഷെ ആ മാതാപിതാക്കൾ കൊടുക്കേണ്ടത് ഏതാണ്? അൺകണ്ടീഷണൽ ലവ് ആണ്. ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ കിട്ടുന്നത് ബോണസായിട്ട് കരുതിയാൽ മതി. പുതിയ ലോകത്ത് വീട്ടിലൊന്നും മക്കളെ കിട്ടില്ല. അവിടെ സങ്കല്പവും കാനഡ, അമേരിക്ക, പഠിക്കുന്നതന്നെ UK പോയിട്ട് പണിയെടുക്കാനാണ്. മനസ്സിലായില്ലേ? മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് ആത്മാവിനെയാണോ ശരീരത്തെയാണോ? ശരീരത്തെയാണ്. അണ്ടവും ബീജവും സംഗമിച്ച് ഗർഭപാത്രത്തിൽ വളർന്ന് 3 മക്കളെ പ്രസവിച്ചു ഒരു സ്ത്രീയെങ്കിൽ 3 പേർ 3 രൂപത്തിലാണ്, അല്ലേ? 3 പേർ 3 സംസ്കാരത്തിലാണ്. അത് പൂർവജന്മാർജിതമായ അവരുടെ ആത്മാവ് ഈ ജന്മത്തിൽ നമ്മുടെ മകനായിട്ടോ മകളായിട്ടോ പിറന്നു എന്ന് സമാധാനിച്ചാൽ മക്കളെ ഉണ്ടാക്കുന്ന പ്രോബ്ലം നമ്മളെ ഒരുപാട് അങ്ങോട്ട് ബാധിക്കില്ല. നമ്മുടെ മനസ്സിന്തിയില്ല, തകർന്നു പോകില്ല. ഏതോ ഒരു ആത്മാവ് ഈ ജന്മത്തിൽ എൻ്റെ പുത്രനും പുത്രിയായിട്ട് ഒന്ന് ശരീരം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക കോശങ്ങൾ ഉണ്ടാകുന്നു, നശിക്കുന്നു, അല്ലേ? സെല്ലുകൾ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നല്ലോ ഡെയിലി. അപ്പൊ അതുകൊണ്ടാണ് ഒരു ദിവസം ജാതസികധ്രുവോ മൃത്യുവും എന്നെയും നിങ്ങളെയും തേടി വരുന്ന നിശ്ചയമായും ഒരു നാൾ വരുന്നത് അനിശ്ചിതത്വമുള്ളത്. എന്താ? മരണം. നിശ്ചയമായും ഒരു നാൾ വരും. പക്ഷെ ആകെയുള്ള സമാധാനം അനിശ്ചിതത്വം ഇതെപ്പോ വരും എന്നറിയില്ല. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് പറയണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു നാൾ മരണം വരും. ഇതെപ്പോ വരും എന്നറിയില്ല. ആ മരണത്തിനും ജന്മത്തിലൂടെ ജീവിതത്തെ എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്നതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ എന്റെ മകനെ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞു താപസൻ. ചിതയൊരുക്കി ആ താപസകുമാരന്റെ ചിതയിൽ വെച്ചു. ദഹനം തുടങ്ങിയപ്പോ ഈ മകനില്ലാത്ത ലോകത്ത് ഞങ്ങൾക്ക് ഇനി ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൃദ്ധ താപസ ദമ്പതിമാർ അഗ്നിയിൽ ചാടി മരിച്ചു. പക്ഷെ മരിക്കുന്നതിന് ഒരു ശാപം കൊടുത്തു. ആർക്ക്? ദശരഥൻ. ഏതൊരു പുത്രനെ ഓർത്ത് ദുഃഖിച്ചാണോ ഞങ്ങൾ അഗ്നിപ്രവേശം ചെയ്യുന്നത്, അതുപോലെ ഒരു നാൾ നീ നിന്റെ പുത്രനെ ഓർത്ത് ദുഃഖിച്ച് മരിച്ചു പോകും ദശരഥ എന്നായിരുന്നു ശാപം. ശാപം ഫലിക്കുമോ? അർഹമായ ആളുകൾ ശപിച്ചാൽ ഫലിക്കും. നമ്മുടെ സ്വപ്നയും സരിതയൊക്കെ ശപിച്ചാൽ ഫലിക്കും. ശപിക്കുന്ന ആകെ യോഗ്യതയില്ല. അതുകൊണ്ടാണ് രംഭയെ രാവണൻ മാനഭംഗം ചെയ്തു. രംഭ ശപിച്ചു, നീ ഏതൊരു സ്ത്രീയെ നിസ്പർശിച്ചാലും നീ തലമുടി തന്നെ മരിച്ചു എന്ന്. എന്തെങ്കിലും ദൂസലുണ്ടായ രാവണന് എത്രയോ സ്ത്രീകളെ പിന്നീട് മാനഭംഗം ചെയ്തു. കാരണം യോഗ്യത ആർക്കില്ല? ഈ രംഭമേനക തിലോത്തമ ഉർവശി ഇവന്മാരുടെ സ്ഥിരം പരിപാടി മര്യാദ ജീവിക്കുന്ന ആളെ വഴിതെറ്റിക്കലാണ്. മനസ്സിലായല്ലോ? എന്നാൽ വേദവതിയെ മാനഭംഗം ചെയ്തു. ബ്രഹ്മാവിന്റെ മകൾ വേദവതി
എന്ന് വിശേഷിപ്പിക്കുന്നു. നൈർമല്യത്തിന്റെയും സ്വഭാവശുദ്ധിയുടെയും പ്രതീകമായ വേദവതി ശപിച്ചു ആരെ? അപ്പൊ രാവണന് മനസ്സിലായി, കാമാർത്തിയോടുകൂടി നീ ഏതൊരു സ്ത്രീയെ സമ്മതമില്ലാതെ സ്പർശിക്കുന്നുവോ അന്ന് നീ മരിച്ചു പോകുമെന്നല്ല. അതുകൊണ്ടാണ് അശോകവനത്തിൽ സീതയെ തൊട്ടു നോക്കാതെ പോയത്. മഹാരാജാസ് കോളേജിലെ കുട്ടികൾ, എസ്എഫ്ഐയുടെ കുട്ടികൾ പറഞ്ഞു, നിറഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം 12 മാസം കയ്യിൽ കിട്ടിയിട്ടും സീതയെ തൊട്ടു നോക്കാത്ത രാവണനെയാണ്. എല്ലാവരും കൈയടിച്ചു കൊടുത്തു. ആര്? നമ്മൾ കൈയടിക്കരുത്. ആര്? എസ്എഫ്ഐക്കാരെ കൈയടിച്ചു കൊടുത്തു. നമ്മുടെ രാമന്റെ ഒരു പണി തന്നാ അല്ലേ? രാമൻ എന്ത് ചെയ്തില്ല? നിറഗർഭിണിയെ കാട്ടിൽ ഉപേക്ഷിച്ചു. രാവണനോ സീതയെ തൊട്ടു നോക്കിയില്ല. എന്തുകൊണ്ടാണ് തൊട്ടു നോക്കാതിരുന്നത്? വേദവതിയുടെ ശാപം ഉണ്ടായിരുന്നു. അല്ല ഡീസന്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ മാനഭംഗം ചെയ്ത ആളാണ് ആര്? രാവണൻ. രാവണനൊരു പുത്രൻ ഉണ്ടായിരുന്നു, ഇന്ദ്രനെ ജയിച്ചവൻ, ഇന്ദ്രജിത്ത്. അവന്റെ ഒരു മേഘനാഥൻ എന്നാണ്. അച്ഛന്റെ കാമാർത്തി കൊണ്ട് മകന് ചത്തുപോയിരുന്നു. മറ്റൊരു മകനുണ്ടായിരുന്നു, അക്ഷയകുമാരൻ. അയാളെ ഹനുമാൻ തല്ലി കൊന്നു, മരം കൊണ്ട് അടിച്ചു കൊന്നു. മനസ്സിലായില്ലേ? അച്ഛന്റെ കാമാർത്തി കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ മകൻ ലങ്കയിലെങ്കിൽ അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ മകനാണ് അയോധ്യയിലുള്ളത്. അങ്ങനെ ശാപം മേടിച്ച് തിരിച്ചു വന്ന ദശരഥ മഹാരാജാവിനെ കണ്ടപ്പോൾ ഗുരുനാഥനായ വസിഷ്ഠമുനി ചോദിച്ചു, എന്താ ഇപ്പൊ സങ്കടം? കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ ചിരിക്കുകയാണ്, എനിക്ക് ശാപം കിട്ടിയിട്ട് അങ്ങേക്ക് സന്തോഷവും. അപ്പൊ പറഞ്ഞു, എന്റെ പൊന്നുമോനെ ദശരഥ, നിനക്ക് കിട്ടിയ ശാപം എന്താ? പുത്രദുഃഖത്താൽ മരിക്കും. അപ്പൊ ഒരു കാര്യം തീരുമാനം, ആരുണ്ടാവും? പുത്രനുണ്ടാവും. നിന്റെ ദുഃഖം എന്തായിരുന്നു? മക്കളില്ലാത്ത ദുഃഖം. ഇപ്പൊ കാര്യം തീരുമാനം, ഇപ്പൊ എന്തുണ്ടാവും? പുത്രനുണ്ടാകും. അതാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക എന്ന് പറഞ്ഞു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ, ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ അവസരങ്ങളാക്കിയത്. ഒന്നിലും നമ്മുടെ മനസ്സ് മതിച്ചു പോകാതെ, മനസ്സിനെ കെടാതെ സൂക്ഷിക്കുവാനാണ് ഗുരുപരമ്പര നമ്മളെ പഠിപ്പിക്കുന്നത്. വീഴ്ചകളെ അവസരങ്ങളാക്കുക. ഋഷ്യസിംഹ മഹർഷിയെ കൊണ്ടുവന്നു, യാഗം നടത്തി. യാഗത്തിന് ദിവ്യമായ പായസം എന്നൊക്കെ നമ്മൾ പറയും, ഒരു ഔഷധക്കൂട്ട്. ഗർഭിണിയാവുന്നതിൽ സേവിക്കുന്ന ഔഷധക്കൂട്ടുകൾ, മെഡിസിനൊക്കെ ഇല്ലേ? അങ്ങനെ വന്നു. അത് 3 ഭാര്യമാരും യഥാകാലം കഴിച്ചു. യഥാകാലം 3 പേരും ഗർഭം ധരിച്ചു. 10 മാസം കഴിഞ്ഞപ്പോ കൗസല്യ ഒരു പുത്രന് ജന്മം നൽകി, അതാണ് രാമൻ. കൈകേയിക്ക് ഒരു പുത്രനുണ്ടായി, അതാണ് ഭരതൻ. സുമിത്ര കുറച്ച് കൂടുതൽ കഴിച്ചോ മറ്റൊന്നും അറിയില്ല, 2 കൂടിയാണ്. ഒക്കെയാ ലക്ഷ്മണനും ശത്രുഘ്നും 4 മക്കൾ. ഒരു സിനിമ പാട്ടിലെ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്നുള്ള പാട്ട് കേട്ടില്ലേ? അതുപോലെ ഒരു കുഞ്ഞിനെ ചോദിച്ചിട്ട് 4 കുട്ടികൾ. രാജാവ് എല്ലാ ശാപവും മറന്നു, ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിക്കുക. മക്കളെ അസ്ത്രശസ്ത്ര വേദമാണ്, ആയുധങ്ങൾ വിദ്യ അഭ്യസിപ്പിച്ചു, ഒപ്പം വേദം അറിവ് കൊടുത്തു. അതായത് ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് സത്യവും ശക്തിയും ഒരുപോലെ ആരാധിക്കും. അതുകൊണ്ട് ആയുധമില്ലാത്ത ഒരു ദൈവത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകയിൽ വാളുണ്ട്, ഗതയുണ്ട്, കുന്തോണ്ട്, ചക്രമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾക്ക് പറയേണ്ടി വന്നത്, ബുദ്ധനൊരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു, 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. സാമന്ത രാജാക്കന്മാർ മൊത്തം ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധൻ ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, അഹിംസ പരമോധർമ്മ. വല്ല പ്രാണിയും മൂക്കിൽ കയറി ചത്തുപോകാതിരിക്കാൻ നമ്മൾ കൊറോണ വന്നപ്പോഴാണ് മാസ്ക് ഇട്ടത്. ബുദ്ധന്മാർ അന്നേ മാസ്ക് ഇട്ടു. ഉറുമ്പ് ചാകാതിരിക്കുവാൻ തൂത്ത് വൃത്തിയാക്കി നടക്കാൻ തുടങ്ങി. ഒരു സ്ത്രീയുടല്ല, അവിടെ തലയിൽ ഒരു പാൻ എടുത്തിട്ട് എങ്ങനെയാ പൊട്ടിക്കുക? കോയമ്പത്തൂർ പാൻ ഇങ്ങനെ തന്നെയല്ലേ? അവിടെയും പാൻ ഇങ്ങനെ പൊട്ടിച്ചു. ഇതൊരു ചാരം കണ്ടു. ഈ സ്ത്രീയുടെ സ്വത്ത് മൊത്തം കണ്ടുകെട്ടി പാനിന് വേണ്ടി അമ്പലം ഉണ്ടാക്കി. നേപ്പാൾ ഇപ്പൊ അമ്പലം പേരോട് വിട്ടുപോയി. നേപ്പാൾ ഇപ്പൊ അമ്പലമുണ്ട്. അഹിംസ എന്ന് പറയുന്നത് ഏറ്റവും താണ തലത്തിലേക്ക് പോയി. 2 സിംഹങ്ങൾ വഴിമാറി പോകുന്നതാണ് അഹിംസ. സിംഹത്തെ കാണുമ്പോൾ മാൻപേട ഓടി ഒളിക്കുന്ന അഹിംസ ഉണ്ടാ, ജീവൻ കുതി കൊണ്ടാണ്. അങ്ങനെ 10-15 തലമുറ കഴിഞ്ഞപ്പോൾ ചോര കണ്ടാൽ വിറക്കുന്ന പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ബുദ്ധ സമൂഹത്തെ സൃഷ്ടിച്ചു ബുദ്ധമതം. ബുദ്ധനല്ല ബുദ്ധമതം. അതിൽ ഹീനയാന മഹാനാന 2 വിഭാഗങ്ങൾ. കൂടുതൽ ആരാണ്? ആയുധങ്ങൾ മൊത്തം നശിപ്പിച്ചു. ഈ രാജാക്കന്മാരും സൈന്യത്തെ പിരിച്ചുവിട്ടു. ആയുധങ്ങൾ മൊത്തം കുഴിച്ചിട്ടു. എന്നിട്ട് സൈന്യത്തെ പിരിച്ചു. സൈന്യമില്ലാത്ത, ആയുധമില്ലാത്ത രാജ്യത്തിലേക്കാണ് ഗസ്നിയും ഗോറിയും ഗിൽജിയും കയറി കളിച്ചത്. അതുകൊണ്ടാണ് മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞിട്ടു വീണു മനോരംബലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക എന്ന് കവി പാടി. എത്ര വേദനയോടുകൂടി
ഗാന്ധാര ദേശം, ഇന്നത്തെ അതിന്റെ പേരെന്താണെന്നറിയാം? അഫ്ഗാനിസ്ഥാൻ, താലിബാൻ. പാഞ്ചാല ദേശം, ഇന്നത്തെ പാകിസ്ഥാൻ. ബംഗാളദേശം, ഇന്നത്തെ ബംഗ്ലാദേശ്. ബ്രഹ്മപ്രദേശം, ഇന്നത്തെ മ്യാൻമാർ. സ്വർണ്ണ മയൂര ലങ്ക, കുബേരന്റെ സാമ്രാജ്യം. ശക്തിയെ ആരാധിക്കാൻ മറന്നുപോയത് കൊണ്ട് അയാളെ അടിച്ചോടിച്ചു. ആര്? രാവണൻ. ഇനി സ്വർണ്ണ മയൂര ലങ്ക അയാളെ പിടിച്ചു. അന്ന് സ്വന്തമായിട്ട് വിമാനത്തിന്റെ RC ഓണറായിരുന്നു ആര്? ഈ കുബേരൻ. അയാളെ വിമാനത്തിന്റെ പേരെന്താ? പുഷ്പവിമാനം. ഇതും ആരടിച്ചു പറ്റി? നിങ്ങൾ ധനത്തെ ആരാധിക്കുമ്പോഴും നിങ്ങൾ മറ്റെന്തിനെ ആരാധിക്കുമ്പോഴും നിങ്ങൾ സത്യത്തിനൊപ്പം ശക്തിയെ ആരാധിച്ചില്ലെങ്കിൽ ബുദ്ധന്മാരുടെ അവസ്ഥ വരും, കുബേരന്റെ അവസ്ഥ വരും. കുബേരന്റെ ഭാര്യമാരെ പോലും ആരും പിടിച്ചുകൊണ്ട് കളഞ്ഞു, രാവണൻ കൊണ്ടുപോയി. അത് നിങ്ങൾ കാശ്മീരി പണ്ഡിറ്റുകൾക്കുണ്ടായിരുന്നു വായിക്കുന്നത്. ഒരു ദിവസം പറഞ്ഞു നാട് വിട്ടു പോവുക, നാട് വിട്ട് അവരന്ന് പോയില്ല. പിന്നെ ദിവസം പറഞ്ഞു പുരുഷന്മാർ മാത്രം നാട് വിട്ടു പോവുക, സ്ത്രീകൾ ഇവിടെ ഉണ്ടാവണം. പുരുഷന്മാർ മാത്രം നാട് വിട്ടു പോവുക, സ്ത്രീകൾ ഇവിടെ ഉണ്ടാകണം. പോവാത്ത പുരുഷന്മാരെ മൊത്തം ഉണ്ടാവും. ഇത് 1984 നടന്ന സംഭവമാണ്. 1984 കാശ്മീരി പാലിയറ്റില് നടന്ന സംഭവം. ആ സ്ത്രീകളെ നൂറുകണക്കിന് പുരുഷന്മാർ മാനഭംഗം ചെയ്തു, കുറെ ആൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഇപ്പോഴാണ് തിരിച്ചവർക്ക് അവർ നഷ്ടപ്പെട്ട കുറച്ചൊക്കെ തിരിച്ചു കിട്ടി. ശക്തിയെ ആരാധിച്ചില്ല എങ്കിൽ, അതുകൊണ്ടാണ് നമ്മുടെ 33 കോടി ദൈവങ്ങളും ശക്തിയെ ആരാധിക്കുന്നത്. അതുകൊണ്ട് രാജസ്ഥാന്റെ ഇപ്പുറത്ത്, ഗുജറാത്തിന്റെ ഇപ്പുറത്ത് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുവാൻ കഴിയാതെ വന്നു. ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയും ബാബിലോണിയൻ സംസ്കാരങ്ങൾ എവിടെ പോയി? ഈജിപ്ത് ഇന്ന് ഇസ്ലാമിക രാജ്യമാണ്. മെസപ്പൊട്ടോമിയ ഇറാഖുമാണ്. റോമ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചു. ചില പുരാതനവും വളരെ പഴക്കം ചെന്നതുമായ ഈ സംസ്കാരങ്ങളെല്ലാം മതപരയുടെ പടയോട്ടത്തിൽ തകർന്നുപോയി. പക്ഷെ എന്തുകൊണ്ട് ഭാരതം നശിച്ചുപോയില്ല? നമ്മൾ രാമനെ ആരാധിച്ചു, നമ്മൾ കൃഷ്ണനെ ആരാധിച്ചു, ദുർഗയെ ആരാധിച്ചു. തൊംഹി ദുർഗ ദശപ്രഹരണ ധാരിണി. ദുർഗയ്ക്ക് എത്ര കയ്യാ? 10 കൈ. 10 കയ്യിൽ ഒരു വീട്ടിൽ ദുർഗയുടെ ഫോട്ടോ നോക്കിക്കോളൂ. 10 കയ്യിൽ ആയുധമുണ്ട്, കയറ് വരെ ഉണ്ട്. അതായത് ചില പ്രശ്നമൊക്കെ കെട്ടിയിട്ട് അതുവരെ ഉണ്ട്. ശക്തിയെ ആരാധിക്കണം. അങ്ങനെ യഥാകാലം മക്കൾ ജനിച്ചു. മക്കളെ കൃത്യമായിട്ടുള്ള അസ്ത്രശസ്ത്ര വേദപഠനത്തിലൂടെ വളർത്തി വലുതാക്കി. ഒരു ദിവസം കൊട്ടാരത്തിൽ വിശ്വാമിത്ര മഹർഷി വന്നു. കേട്ടിട്ടുള്ള വിശ്വാമിത്രൻ രാജാവായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വഴിതെറ്റിയിട്ട് കാട്ടിലകപ്പെട്ടു പോയി. ഇദ്ദേഹം 10-200 ഭടന്മാർ. അപ്പൊ വശിഷ്ഠമുനിയുടെ ആശ്രമം കണ്ടു. അപ്പൊ പറഞ്ഞു, വല്ലാതെ വിശക്കുന്നു, ഫുഡ് വല്ലതും ഉണ്ടോ? അപ്പൊ നിങ്ങൾ കുളിച്ച് വന്നോളൂ, ഇപ്പൊ തന്നെ ഫുഡ് തരാം. ഇവർ 10-15 മിനിറ്റോട് കുളിച്ച് വന്നു നോക്കുമ്പോൾ വിഭവ സമൃദ്ധമായ സദ്യ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുക. ലോകത്തിൽ ഇന്ന് വരെ അത്ര ടേസ്റ്റുള്ള ഫുഡ് ഈ വിശ്വാമിത്ര രാജാവ് കഴിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം കിടന്നുറങ്ങി. 10-200 പേര് ഇങ്ങനെ കിടന്നുറങ്ങി. രാത്രി 11 മണിയായി. ഇദ്ദേഹത്തിന് സംശയം, ഈ 15 മിനിറ്റോട് ഇത്ര മഹത്തായ ഒരു സദ്യ ഒരുക്കണമെങ്കിൽ ഇവിടെ എത്ര പരിചാരകന്മാരുണ്ടാവും? അങ്ങനെ ആശ്രമത്തിന്റെ പിറകെ ചെന്നവും ആരെയും കാണുന്നില്ല. അപ്പൊ വശിഷ്ഠൻ ചോദിച്ചു, എന്താ രാജാവ് ഉറക്കു വരുന്നില്ലേ? അപ്പൊ ചോദിച്ചു, ഇത്രയേറെ ആൾക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് ഈ സദ്യ ഒരുക്കുവാൻ എന്താ കാരണം? അപ്പോഴാണ് അവിടെ സുന്ദരിയായ ഒരു വെള്ള പശുവിനെ കാണുന്നത്, കാമധേനു. ഇത് ഇന്ദ്രൻ എനിക്ക് സമ്മാനമായി നൽകിയതാണ്. ഇതിനോട് എന്തു ചോദിച്ചാൽ തരും, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചോദിക്കില്ല. ഒരു സന്യാസി തപസ് ചെയ്യുന്നു. ആ സന്യാസി തപസ് ചെയ്യുന്ന മരത്തിന്റെ ചുവട്ടിൽ ആ മരത്തിനോട് എന്തു ചോദിച്ചാലും അത് തരും. അപ്പൊ രാജാവ് ഒരു ദിവസം, മറ്റൊരു കഥയാണ് ഇത്, രാജാവ് ആ സന്യാസിയോട് ചോദിച്ചു, നിങ്ങൾ എല്ലും തൂലുമായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കുറച്ച് ചപ്പാത്തിയും റൊട്ടിയൊക്കെ ചോദിക്കരുതോ? അതിനോട് മരത്തിനോട് തരൂല്ലേ? ആ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ മരത്തിന്റെ ചുവട് തപസ് ചെയ്യാം. എന്റെ തപസ്സിന്റെ ശക്തി കൊണ്ടാണ് മരത്തിന് ഈ കഴിവുണ്ടായത്. കാരണം മരം സാധാരണ മരമാണ്. ഞാൻ എപ്പോഴാണോ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മരത്തെ ഉപയോഗിക്കുന്നത്, അന്ന് ഈ മരത്തിന്റെ ശക്തി ഇല്ലാതാവും. ലോകഹിതാർത്ഥമാണ്, സമസ്ത ലോകഹിതാർത്ഥമാണ് ഈ മരത്തിന് എന്റെ തപസ്സിന്റെ ശക്തി ഞാൻ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഈ പശുവിനോട് എന്ത് ചോദിച്ചാൽ, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കില്ല, ഞാനിപ്പോഴും കാട്ടിലെ കായ്കനികൾ തന്നെയാണ് ഭക്ഷിക്കുന്നത്. അപ്പൊ രാജാവ് പറയാണ്, വിശ്വാമിത്രൻ, നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. എന്നിട്ട് അവിടെ ചോദിച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഏർപ്പാടൊക്കെ പശു ചെയ്യുമല്ലോ. അപ്പൊ പറഞ്ഞു, അത് പറ്റില്ല, സമ്മാനം കൊടുത്തോ മറ്റൊരാൾക്ക് കൊടുക്കരുത്. പറ്റുമോ? സമ്മാനം നമുക്ക് കിട്ടിയ സമ്മാനം മറ്റൊരാൾക്ക് കൊടുക്കുമോ? നമ്മുടെ സമ്മാനം ഇട്ട് കൊടുക്കുമോ? പാടില്ല, ഒരിക്കലും പാടില്ല, അത് പാവാണ്. നമുക്ക് കിട്ടിയ സമ്മാനം നമ്മുടെ മൂല്യത്തിന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് കിട്ടുന്നതാണ്. അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അയാളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശ്വാമിത്രന്റെ വിധം മാറി. സൈനികരെ വിളിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കളവനെ പിടിച്ചു കെട്ടിയിട്ട് ഈ പശുവിനെ കൊണ്ട് എടുത്ത് പോകണം, കൊട്ടാരത്തിലേക്ക് പോകണം. അപ്പോൾ
വസിഷ്ഠമുനി കാമധേനു എന്ന് വിളിച്ചതും കാമധേനുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭടന്മാർ പുറത്തേക്ക് ചാടി വന്നു. യുദ്ധത്തിൽ അനായാസൻ എല്ലാവരെയും പരാജയപ്പെടുത്തി. അപ്പോഴാണ് വിശ്വാമിത്രന് മനസ്സിലായത് രാജശക്തിയേക്കാൾ പവർ ക്ഷാത്രവീര്യത്തെക്കാൾ ബ്രഹ്മശക്തിക്കുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം തപസ് ചെയ്തിട്ട് ആരായി മാറിയത്? വിശ്വാമിത്ര മഹർഷി വലിയ പവർഫുൾ ആണ്. തൃശങ്കുരൊരു സ്വർഗം ഉണ്ടാക്കി കൊടുത്താണ്. തൃശങ്കു സ്വർഗം എന്ന് കേട്ടിട്ടില്ലേ? സത്യവ്രതൻ എന്ന് പറയുന്ന ആള് രാജകുമാരൻ. അദ്ദേഹം ചെറുപ്പത്തിൽ നായാട്ടിന് പോയ സമയത്ത് അദ്ദേഹം ഈ നായാടികൾക്കൊപ്പം പെട്ടുപോയി. അങ്ങനെ പെട്ടുപോയ അവൻ നായാടിയായിട്ട് വളർന്നു. വർഷങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ ആചാരബാഹുവായ വലിയൊരു സൈസ് മനുഷ്യനായിട്ട് മാറി. ഒരു ദയയും കാരുണ്യം ഇല്ലാത്തൊരു മനുഷ്യൻ, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് കൊന്നുന്ന മനുഷ്യൻ. ആ കാലത്ത് ആ നാട്ടിൽ വരൾച്ച വന്നു. എല്ലാ ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നു, മരങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി. ഈ സമയത്ത് വിശ്വാമിത്ര മഹർഷി തപസ്സിന് പോയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും 5 മക്കളും പട്ടിണി കിടന്ന് ചാകാനിരിക്കുന്നു. അങ്ങനെ മൂത്തപുത്രനെ വിൽക്കാൻ തീരുമാനിച്ചു വിശ്വാമിത്രന്റെ ഭാര്യ. ഈ അമ്മ ഈ മൂത്തപുത്രനെയും കൊണ്ട് ഒരു ചെറിയ നഗരത്തിൽ ചെന്നിട്ട് ലേലം വിളിക്കാൻ തുടങ്ങി. ഒരു 100 രൂപയ്ക്ക് മറ്റൊരു ലേലം വിളിച്ചു. ആരും മേടിച്ചില്ല. എല്ലുന്തൂരുമായി കുഞ്ഞിന് ആരും മേടിച്ചില്ല. സായം സന്ധ്യ ആയപ്പോൾ ഈ സത്യവ്രതൻ എന്ന് പറയുന്ന നമ്മുടെ ത്രിശങ്കു ഒരു വലിയ കാട്ടുപന്നിയെ കൊന്നിട്ട് അത് തോളിൽ വെച്ചുകൊണ്ട് വലിയൊരു മനുഷ്യൻ വരുന്നു. നടന്നു പോകുന്ന കണ്ടപ്പോൾ ഒന്ന് വിളിച്ചു, ഒന്ന് നിൽക്കണേന്ന് പറഞ്ഞു. അയാളൊന്ന് തിരിഞ്ഞു നോക്കി. ഒട്ടും കാരുണ്യ ആർദ്രത ഇല്ലാത്ത മനുഷ്യനാണ്. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇതാ എന്റെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, എനിക്കൊരു 50 രൂപ നൽകിയാൽ മതി, കാരണം പട്ടിണിയാണ്. എന്റെ 4 മക്കൾ മരിക്കാതിരിക്കുവാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് വാങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പൂർണ്ണമായിട്ട് തിരിഞ്ഞു നിന്നു. അറിയാതെ അയാളുടെ ഉള്ളിൽ നിന്ന് കരുണയുടെ ആർദ്രതയുടെ ഒരു ഉറവ പൊട്ടി. അമന്ത്രഭക്ഷരം നാസ്തി നാസ്തി മൂലമൻ ഔഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ എന്ന ഒരു സുഭാഷിതമുണ്ട്. മന്ത്രശക്തിയില്ലാത്ത അക്ഷരങ്ങളില്ല, ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളില്ല, യോഗ്യതയില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും എന്തെങ്കിലും യോഗ്യതയില്ല. ഇവിടെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇയാൾ നിസ്സാരനാണെന്ന് പറയരുത്, ഇയാളെ കൊണ്ട് ഒരു ഉപകാരമില്ലാന്ന് പറയരുത്. കാരണം എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകളെ സംയോജിപ്പിക്കുന്ന യോജകസ്തത്ര ദുർലഭ, സംയോജകന്മാരാണ് കുറവായിട്ടുള്ളത്. സത്യവ്രതൻ പറഞ്ഞു, അമ്മ പോയിക്കോളൂ, ഞാൻ ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് വരാം. എവിടെയാണ് താമസിക്കുന്നത്? അത് അങ്ങ് കാണുന്ന ക്ഷേത്രത്തിന്റെ മുറ്റത്തിലായി അമ്പലം കാണുന്നില്ലേ, അവിടെയാണ് താമസിക്കുന്നത്. ഈ പന്നിയെ കൊണ്ടുപോയിട്ട് ഒരു നഗരത്തിൽ വിറ്റു. അയാൾ ഇഷ്ടംപോലെ ഭക്ഷണം വാങ്ങി ഓടി വന്ന് ഈ അമ്മയ്ക്കും മക്കൾക്കും കൊടുത്തു. അമ്മയും മക്കളും സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിളികളും പറവുകളും അത് എല്ലാവർക്കും കൊടുത്തു. അന്ന് സത്യവ്രതന് മനസ്സിലായി, നരസേവ നാരായണ സേവ, മാനവ സേവ മാധവ സേവ. മനുഷ്യനെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നത് തുല്യമാണെന്ന് മനസ്സിലാക്കിയ സത്യവ്രതൻ അന്ന് മുതൽ അറിയപ്പെടുന്ന സേവകനായി തീർന്നു. രാജാവ് തിരിച്ചറിഞ്ഞു, എന്റെ മകനാണിത്. അങ്ങനെ കൊണ്ടുപോയി രാജാവാക്കി. കാലങ്ങളേറെ കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷി തപസ് കഴിഞ്ഞ് വന്ന സമയത്ത് ഭാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്റെ മകനെയും എന്റെ മക്കളെയും ഭാര്യയെയും രക്ഷിച്ച് അയാളെ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് ആര് വന്നു? വിശ്വാമിത്രൻ പറഞ്ഞു വന്നു. അപ്പൊ വിശ്വാമിത്രൻ ഇങ്ങനെ നിർബന്ധിച്ചു, വരം വല്ലതും വേണോ ചോദിച്ചോളൂ. അയാൾ വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ വീണ്ടും നിർവഹിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്ക് ജീവനോടുകൂടി സ്വർഗത്തിൽ പോകണം. ഇയാൾ ജീവനോടുകൂടി സ്വർഗത്തിലേക്ക് ഇയാൾ ഉയർത്തി. ആരെ? വിശ്വാമിത്രൻ. ദേവൻ ഒരു ചവിട്ട് വെച്ചുകൊണ്ടു, പോയി ചത്തുവാടാ, ഇവിടെ ആരെയും ജീവനോടുകൂടി കേട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഉയർത്തി, വീണ്ടും ചവിട്ടി താഴെയിട്ടു. അപ്പോഴാണ് സ്വർഗത്തിലും ഭൂമിക്കുടയിൽ തന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ഒരു സ്വർഗം പണിതുവാര് വിശ്വാമിത്രൻ. അതാണ് ത്രിശങ്കു സ്വർഗം. കേട്ടിട്ടില്ലേ? തൃശങ്കുവിനോട് പണിത് കൊടുത്ത സ്വർഗത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് ദേവന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടായി. കുറെ പേര് നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട്. ഇതിനേക്കാൾ ഇത് 5 സ്റ്റാർ ആണ്, ഇത് 7 സ്റ്റാർ സൗകര്യമാണ്. എന്തൊക്കെയാണുള്ളത്? രമ്പയൊന്നും കേട്ടോ, മേനക തിലോത്തമയേക്കാൾ ഗംഭീര അപ്സര സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ദേവേന്ദ്രൻ മനസ്സിലായി ഇത് ഗ്രൂപ്പ് ആയി പ്രശ്നമാവും. അങ്ങനെ ദേവേന്ദ്രൻ പറഞ്ഞു, തൃശങ്കുരെ ഉടലോടുകൂടി സ്വർഗത്തിലെടുക്കാം, പക്ഷെ നിങ്ങൾ ഈ സ്വർഗം പിൻവലിക്കണം. അത്ര കപ്പാസിറ്റിയുള്ള ആളാണ് ആര് തേടി വന്നത്? രാമനെ തേടി വന്നത്. രാമന്റെ അച്ഛനായ ദശരഥനോട് പറഞ്ഞു, ഞങ്ങൾ യജ്ഞം നടത്തുന്ന സമയത്ത് ഈ താടക സുബാഹു മാരീജൻ എന്ന് പറഞ്ഞ രാക്ഷസന്മാരൊക്കെ വന്നിട്ട് ഇത് മുടക്കിക്കളെ. യജ്ഞം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇതം ന മമ, ഇതെന്റേതല്ല. സമസ്ത ലോകഹിതാർത്ഥം ഈശ്വരാർപ്പണം ചെയ്യുന്ന കർമാനുഷ്ഠാനത്തിന്റെ പേരാണ് യാഗം, യജ്ഞം. പ്രകൃതിക്ക് നിന്ന് എന്തെടുക്കാം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഭാരതം ചിന്തിക്കുന്ന പ്രകൃതിക്ക് എന്ത് കൊടുക്കാം. അതുകൊണ്ടാണ് സംരക്ഷിക്കപ്പെടേണ്ട സകലരെയും ഹിന്ദുക്കളായി നമ്മൾ അമ്മയായി കണ്ടു. വെള്ളം കിട്ടാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി വിളിച്ചു. കടലിനെ കടലമ്മ, ഗംഗയെ ഗംഗാമാതാവ്.
നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമി നിറഞ്ഞ വെറുമൊരു കരയായി ഭാരതം കണ്ടിട്ടില്ല. മാതാ ഭൂമി ദ്രോഹം പൃഥിവ്യ, ഈ മണ്ണിന്റെ അമ്മയാ, ഞാൻ ഈ മണ്ണിന്റെ മകനാണെന്ന് ഭാരതം പഠിപ്പിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അമ്മയുടെ സ്ഥാനത്തെ നൽകി. അപ്പോഴാണ് കേരളത്തിൽ പ്രശ്നം. അമ്മ പശുവാണെങ്കിൽ അച്ഛൻ മൂരിയാണോ? ചോദ്യങ്ങളൊക്കെ എവിടെ വരും? അമ്മ പശുവാണ്, അച്ഛൻ മൂരിയല്ല. മൂരി കൂട്ടിയുണ്ടാവില്ല. ചിദാനന്ദപുരി സ്വാമിയോട് കണ്ണൂരിൽ വെച്ചൊരു വിദ്വാനല്ല ഒരാൾ ചോദിച്ചു, സ്വാമി ഒരു സംശയമുണ്ട്. സ്വാമി ചോദിച്ചു, അറിയാമെങ്കിൽ പറയാം. ഈ ഹിന്ദുക്കളുടെ അമ്മ പശുവാണെങ്കിൽ അച്ഛൻ മൂരിയാണോ? ഇതായിരുന്നു ചോദ്യം. സ്വാമിജി എടുത്തെടുത്തൽ പറഞ്ഞു, മൂരിക്ക് കുട്ടി ഉണ്ടാവില്ല എന്നറിയുന്നത് മൂരിയായപ്പോൾ ഇവിടെ താഴുന്നത്. ഈ മൂരി കുട്ടി ഉണ്ടാവില്ല. കാളയുടെ പ്രത്യുൽപാദന ശേഷി തകർത്തിട്ടാണ് ഇതിനെ മൂരിയാക്കുക. മനസ്സിലായല്ലോ? കാളയാണോ ഹിന്ദുവിന്റെ അച്ഛൻ എന്ന് വെച്ചാൽ നമ്മൾ ധൈര്യത്തിൽ പറയണം, പരമേശ്വരന്റെ വാഹനമാണ് കാള. കാളയുടെ 4 കാലുകൾ ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മത്തിന്റെ പ്രതീകമാണ് കാള. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ ധർമ്മമാണെന്ന് പറഞ്ഞ പോലീസ് പിടിക്കും, ഒരു കുഴപ്പമില്ല. എല്ലാത്തിനെയും അമ്മയായി കാണുന്ന ആ ഭാവത്തിലേക്ക് ഉയർന്നവരാണ് ഭാരതീയർ. സംരക്ഷിക്കപ്പെടേണ്ട സകലരെയും നമ്മൾ അമ്മയായി കണ്ടു കരുതി ആരാധിച്ചവരാണ് എന്നറിയണം. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ചോദിച്ചത് ഈ യജ്ഞത്തെ മുടക്കുന്ന രാക്ഷസന്മാരെ കൊല്ലുവാൻ രാമനെ അയച്ചാണ്. ഗത്യന്തരമില്ലാതെ രാമനെ ലക്ഷ്മണനെ കൂടെ അയച്ചു. അവർ കാട്ടിൽ ചെന്നു. കാട്ടിൽ ചെന്ന സമയത്ത് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അവസാനം ആര് വന്നു? താടക ഘോരരൂപിണി ഭയങ്കരി. രാമന്റെ ബാണമേറ്റ് വൻമല ചിറകറ്റ് വീഴുന്നത് പോലെ അവളും ചത്തു വീണു. യജ്ഞമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞതിന് ശേഷം രാമന് ക്ലാസ് കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. 40 തലമുറ പിറകിലേക്ക് പഠിപ്പിച്ചു. രാമ, നിന്റെ അച്ഛന്റെ പേര് ദശരഥൻ, ഇന്നയാളായി. നിന്റെ അച്ഛന്റെ പേര് അജൻ, അതിന്റെ പൂർവികരായ ഭഗീരഥൻ, സഗരൻ. നിന്റെ വംശം തുടങ്ങുന്നത് വിഷ്ണുവിൽ നിന്നാണ്. വിഷ്ണുവിന്റെ പൊക്കിൽ കൊടിയിൽ നിന്ന് പത്മമുണ്ടായി. ആ പത്മത്തിൽ ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിന് ഇത്ര മക്കളുണ്ടായി. അങ്ങനെ 40 തലമുറ പിറകിലേക്ക് സങ്കല്പിച്ചു, പഠിപ്പിച്ചു കൊടുത്തു. എനിക്ക് എന്റെ അച്ഛന്റെ പേരറിയാം, അച്ഛന്റെ പേരറിയാം. മൂപ്പയുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാം? അല്ല, എന്റെ അച്ഛന്റെ പേരല്ല ചോദിച്ചത്. നിങ്ങളുടെ അച്ഛന്റെ പേരറിയാം? അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല? ശങ്കരനെ അറിയോ? വിവേകാനന്ദനെ അറിയോ? ബുദ്ധനെ അറിയോ? ജയനെ അറിയോ? അമ്മാവനായിരുന്നോ? അല്ല, എന്തുകൊണ്ട് നമ്മുടെ മുതുമുച്ചന്റെ പേര് മറന്നുപോയി? എന്തുകൊണ്ട് നമുക്ക് മുതുമുത്തച്ഛനെ അറിയില്ല? എന്തുകൊണ്ട് നമുക്ക് ശങ്കരനെ അറിയാം? എന്തുകൊണ്ട് ബുദ്ധനെയും ജയനെയും അറിയാം? കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. ക്രിയേറ്റീവ് മൈനോറിറ്റി. ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന എല്ലാവരുമല്ല. എല്ലാവരിൽ ബഹുഭൂരിപക്ഷവും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ കുടുംബത്തിൽ ചെയ്ത് അങ്ങനെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മറിച്ച് അടയാളപ്പെടുത്തുന്ന ആളുകൾ മരിക്കുന്നില്ല. അവർ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ടും അവർ ജീവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് തന്റെ പൂർവിക ചരിത്രം, പ്രകൃതിയെക്കുറിച്ച്, ജോഗ്രഫി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം വിശ്വാമിത്രൻ വളരെ അഗ്രസീവായിട്ട് ആരെ പഠിപ്പിച്ചു? രാമനെ പഠിപ്പിച്ചു. എന്നിട്ട് രാമനോട് പറഞ്ഞു, രാമ, കല്യാണം പ്രായമായി എന്തായി? നമുക്ക് കല്യാണം കഴിക്കണം. ജ്യോതിഷികളുടെ ഈ കൂട്ടത്തിൽ നിന്നോട് ശ്രമിക്കുന്നുണ്ട്. 7 ചെവുകൊണ്ട് 5 ലക്ഷം ആളുകളുടെ കല്യാണം മുടങ്ങി കിടക്കുകയാണ്. പ്രത്യേകിച്ച് നായർ സമൂഹത്തിൽ 25 വയസ്സ് വരെ മാത്രമേ ശാസ്ത്രദൃഷ്ട്യാ മാമൂലുകളുള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് അതൊക്കെ നോക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ 10 ലക്ഷം കുട്ടികളുടെ ജന്മത്തിന് തടസ്സമായിട്ട് ചൊവ്വ. എവിടെയാ ചൊവ്വ? എവിടെയോ? അതുകൊണ്ട് ജാതകത്തെയൊക്കെ ഞങ്ങളെപ്പോഴും എല്ലാം ഒരുപാട് സുഹൃത്തുക്കൾ ജ്യോതിഷികളാണ്. ഞാൻ അവരോട് പറയാണ്ട്, നിങ്ങൾ വരുന്നവരുടെ കല്യാണം എങ്ങനെ മുടക്കാമെന്ന് ഗണിച്ച് പറഞ്ഞു കൊടുക്കരുത്, എങ്ങനെ നടത്താമെന്ന് പറഞ്ഞു കൊടുക്കണം. രാമൻ കല്യാണം കഴിച്ച ജാതകം നോക്കിയിട്ടല്ല, യോഗ്യത നോക്കിയിട്ടായിരുന്നു. ജനക മഹാരാജാവ് പറഞ്ഞു, ഈ ശൈവചാപം എടുത്ത് കുലച്ച് പൊട്ടിക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ, അല്ല എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. പലരും വന്നു, പരിശ്രമിച്ചു, നടന്നില്ല. രാമനും ലക്ഷ്മണനും അവിടെ എത്തി. അനായാസന ഇടത് കൈകൊണ്ട് രാമൻ ശൈവചാപത്തെ എടുത്തു, വലിച്ച് പൊട്ടിച്ചു കളഞ്ഞു. ശൈവചാപത്തെ സീതാദേവി ആരും കല്യാണം കഴിച്ചു? രാമന്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തി സീത, ഉഴവു ചാലിൽ നിന്ന് ലഭിച്ചവൾ സീത. ജനക മഹാരാജാവിന്റെ പുത്രിയായതുകൊണ്ട് ജാനകി, വൈദേഹത്തിലെ രാജകുമാരി ആയതുകൊണ്ട് വൈദേഹി. ശ്രേഷ്ഠയായ സ്ത്രീ ജന്മം. മഹാലക്ഷ്മി സീതയായിട്ട് വന്നതാണ് സങ്കല്പം. രാമൻ വിഷ്ണു രാമനായപ്പോ ലക്ഷ്മിയായി സീതയായി എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. ഈ സമയത്ത് ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവോട് ചോദിക്കുകയാണ്, അങ്ങയുടെ കൊട്ടാരത്തിൽ ഒരു 3 പെൺകുട്ടികൾ കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്റെ കൊട്ടാരത്തിൽ, അതായത് ദശരഥ മഹാരാജ കൊട്ടാരത്തിൽ 3 ആൺകുട്ടികളുണ്ട്, ഇവിടെയാണെങ്കിൽ 3 പെൺകുട്ടികളുണ്ട്, ഊർമിളയും ശ്രുതകീർത്തിയും മാണ്ഡവിയും ഒക്കെ ഉണ്ട്. നമുക്ക് കല്യാണം മൊത്തം അങ്ങോട്ട് ചെലവൊക്കെ ഒന്ന് കുറച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്
കല്യാണം കഴിച്ചു. കോസല സാമ്രാജ്യത്തിലെ 4 രാജകുമാരന്മാർ വൈദേഹത്തിലെ 4 രാജകുമാരിമാരെ കല്യാണം കഴിച്ചു. ഒരു 1.5 കല്യാണമായിരുന്നു, ഗംഭീര കല്യാണം. കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോ ഇവരുടെ വഴിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയവരാണ്. അതാരാ? പരശുരാമൻ. മഴുവിനെ ആയുധം, മഴുവിനെ ആയുധമായി ധരിച്ച വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരം ബ്ലോക്ക് ചെയ്തു. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ബാലകാണ്ഡത്തിൽ പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള സംവാദം, സൂപ്പർ സംവാദം. പരശുരാമൻ ചൂടായിട്ട് സംസാരിക്കുകയാണ്, രാമനോ ശാന്തമായിട്ട്. ഒരാൾ നന്നായിട്ട് പിടി ചൂടാകുന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശാന്തമായിട്ട്. ഈ തീയൊക്കെ എടുത്തുവാൻ എന്നുള്ള ഉപകരണത്തിന്റെ പേരെന്താ? വെള്ളം. തീ കൊണ്ട് എടുത്താൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ തീ ഗോളമായി മാറുകയാണ് ചെയ്തത് പല വീട്ടിലും. മനസ്സിലായല്ലോ? അപ്പോ രാമൻ വെള്ളമായി മാറിയപ്പോൾ പരശുരാമന്റെ ക്രോധമാകുന്ന അഗ്നി കെട്ടുപോയി. സൂക്ഷിച്ചു നോക്കിയ പരശുരാമൻ തന്നെ രാമനിൽ കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന വൈഷ്ണവ ചാപത്തെ രാമന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദീർഘതപസ്സിനായി കാട്ടിലേക്ക് പോകുന്നതോടുകൂടി ബാലകാണ്ഡം സമാപ്തം. നമുക്ക് അടുത്ത കണ്ടതാ സമയം ആയി. എത്ര മണിക്ക് അവസാനിപ്പിക്കണം? എനിക്ക് വേഗം പോകണം. ഇപ്പൊ സമയത്തിന് 8 മണി. 1.5 മണിക്കൂറുണ്ട് അവസാനിപ്പിക്കും. ഒരു ദിവസം ദശരഥ മഹാരാജാവ് കണ്ണാടിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് പ്രായമായി പോയോ എന്ന്. ഏജ് ഈസ് ജസ്റ്റ് നമ്പർ. പ്രായം എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ്. പ്രായം ഒരാളെയും തളർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തെ പെട്ടെന്ന് തളർത്തി കളഞ്ഞു. അദ്ദേഹം തീരുമാനിച്ചു രാമന് രാജാവാക്കണം, യുവരാജാവാക്കണം. അപ്പൊ തന്നെ അവിടുത്തെ ഈ സമയം നോക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ ആളോട് ശുഭമുഹൂർത്തം മറ്റന്നാളുണ്ട്, റീസെന്റ് ആയിരുന്നു. അദ്ദേഹം വസിഷ്ഠനോട് ചോദിച്ചു, ഗുരുനാഥനോട് ചോദിച്ചു, രാമനെ യുവരാജാവിനെ പ്രഖ്യാപിക്കാമല്ലോ, കുഴപ്പങ്ങളൊന്നുണ്ട്. എന്ത് കുഴപ്പം? പ്രജകൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഒരൊറ്റ പ്രഖ്യാപനമാണ്, മറ്റന്നാൾ രാവിലെ 10 മണിക്ക് കോസല സാമ്രാജ്യത്തിന്റെ യുവരാജാവായിട്ട് നിങ്ങളെല്ലാം പ്രിയപ്പെട്ട രാമനെ അഭിഷേകം ചെയ്യുന്നതാണ് എന്ന്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. ജീവിതത്തിൽ ചെറിയ അശ്രദ്ധ വലിയ പാഠം നമ്മളെ പഠിപ്പിക്കും. ഒന്ന്, 2 മക്കൾ കൊട്ടാരത്തിലില്ലായിരുന്നു. ആരാ? ഭരതനും ശത്രുഘ്നനും. കേകയ രാജ്യത്ത് പോയി 7 ദിവസം കുതിരപ്പുറത്ത് പോകണം, അത്രയും ദൂരമുണ്ട്. കേകയ രാജ്യത്ത്, കയ്യയുടെ രാജ്യത്ത് പോയി ഒരാളെ വിളിക്കാൻ വിട്ടുപോയി. കയ്യയുടെ അച്ഛനെ വിളിക്കാൻ വിട്ടുപോയി. ഭാര്യയുടെ അച്ഛനെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലോ വീട്ടിലെ പ്രശ്നം തീരുമോ? ഏതെങ്കിലും കാര്യത്തിനാണ് നമ്മളെ വീട്ടിൽ കയറുമോ? ഇല്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ്, മാപ്പ് പറഞ്ഞേക്കണം. അങ്ങനെ പറ്റിപ്പോയി. മനസ്സിലായി? അങ്ങനെ കുറെ മഹാത്മാക്കളെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൽ 1ാമത്തെ മഹാത്മാവ് നിങ്ങളാണെന്ന് പറഞ്ഞേക്കണം. മനസ്സിലായല്ലോ? അങ്ങനെ ഈ 2 കാര്യങ്ങൾ രാജാവ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ 3 ഭാര്യമാർ വളരെ സന്തുഷ്ടരായിട്ട് രാമന്റെ പട്ടാഭിഷേകം കാണുവാൻ വേണ്ടി ഉടയാടകൾ ഒരുക്കുന്നു, ആഭരണങ്ങൾ ഒരുക്കുന്നു. നാളെ രാമൻ കല്യാണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യും? എല്ലാം അയൺ ചെയ്തു. അങ്ങനെ അയൺ ചെയ്യായിരുന്നു അതിൽ അപ്പോഴാണ് അവൾ വന്നത്. ആരാ വന്നത്? മന്ദരമാല നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റൂ. എവിടെ? TV സീരിയൽ. ഒരു ഹിന്ദു കുടുംബത്തെ എങ്ങനെ കൊളമാക്കാം? നിങ്ങൾ ഏതെങ്കിലും മുസ്ലിം കുടുംബത്തെ, ക്രിസ്ത്യൻ കുടുംബത്തെ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സീരിയലൊക്കെ 6:30 കാര്യം. 6:30 നിലവിളക്ക് വെക്കേണ്ട സമയം. നിലവിളക്ക് വെക്കേണ്ട സമയത്ത് നമ്മുടെ വീട്ടിൽ 3 പേര് വരും. ഒന്ന് ലക്ഷ്മി, മറ്റൊന്ന് സരസ്വതി, പിന്നെ 3ാമതൊരാളുണ്ട് ജ്യേഷ്ഠ. അവൾ വിളിക്കാതെ വരുന്നത്. വീട്ടിൽ നായികയുടെ ഭർത്താവ് ടിവിയിൽ മരിച്ചുപോയി. അവളെന്താ ചെയ്യാ? നായിക മരിച്ചാൽ എന്ത് ഭാഗത്ത് അടിയേണ്ടത്? നമ്മൾ പഠിച്ചാൽ നെഞ്ചത്തടിച്ച് കരയണം. അങ്ങനെയൊന്നുമല്ലോ. മരിച്ചാൽ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കി വെച്ച ഒരു തെറ്റായ പാഠമാണ്. മരണം ജനപോലൊരു യാഥാർത്ഥ്യമാണ്. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പൊട്ടിപ്പൊട്ടിക്കരയുന്ന നായികയുടെ മനസ്സ് നമ്മളിലേക്ക് സന്നിവേശിക്കുന്നു. ഒരു മരണ വീട് നമ്മുടെ ഉള്ളിൽ സംജാതമാകുന്നു. നായിക കരയുന്നു, നമ്മൾ അതിനേക്കാൾ ഉച്ചത്തിൽ നമ്മൾ കരയുന്നു. ലക്ഷ്മിയും സരസ്വതിയും പുറത്തുനിന്ന് മരണ വീടാണ് അല്ലേ? അവർ തിരിച്ചു പോകും. ജ്യേഷ്ഠ വീട്ടുകാരും കള്ളൻ വീട്ടുകാരും ചോദിച്ചതാ വാതിൽ പൊളിച്ച് കയറിക്കോളും. അതുകൊണ്ട് സായം സന്ധ്യ മറ്റൊന്നിനും നീക്കിവിട്ടില്ല. കൃത്യമായിട്ട് വീട്ടിൽ നിലവിളക്ക് വെച്ച് കുടുംബത്തോടൊപ്പം പ്രാർത്ഥന അല്ല നാമജപത്തിന് ഉപയോഗിച്ചാണല്ലോ വീട്ടിലെല്ലാം പ്രശ്നം. ഒരു നേരം ഭക്ഷണം കുടുംബത്തോടൊപ്പമായിരിക്കും. ഒരു നേരം പറ്റുമോ? പ്രാർത്ഥന ഇവൻ 8 മണിക്കാണ് ഞാൻ എല്ലാ ദിവസവും വരുന്നതെങ്കിൽ ഞായറാഴ്ച ലീവല്ലേ? ഞായറാഴ്ച എങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. വീട്ടിൽ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ അതിലങ്ങ് തീരും. മനസ്സിൽ താതാത്മ്യം പ്രാപിക്കുന്നത് ഈ ദൈവമാണ് നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്നത്. പുലയം പറയുന്ന 4 നമ്പൂരി ഉണ്ടാവും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഉണ്ടാവും.
പക്ഷെ ശബരിമലക്ക് പോകുമ്പോൾ എല്ലാവരും മാറിയും ഇല്ലേ? ഞാനൊരു ഗുരുസ്വാമിയുണ്ട് തൊട്ടടുത്ത്, ഒരു പുലയ സമൂഹത്തിൽപ്പെട്ട കുമാരസ്വാമിയാണ്. കുമാരസ്വാമി ശ്രേഷ്ഠനായ സ്വാമിയാണ്. 40 വർഷമായിട്ട് മലക്ക് പോകുന്നതാണ്. മണ്ഡലമാസം വരുന്ന സമയത്ത് കുമാരസ്വാമി മാലയിട്ട് കഴിഞ്ഞാൽ നമ്പൂതിരിയും നായരും ഈഴവനും എല്ലാം അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ട് മാല വാങ്ങും. അല്ലാതെ അദ്ദേഹത്തിന്റെ ജാതിയൊന്നും ആരും നോക്കാറില്ല. സ്വാമിമാർ നോക്കുമോ? അപ്പൊ നമ്മുടെ ഉള്ളിലെ പലതിനെയും ഇല്ലാതാക്കുവാൻ കഴിയുന്നു ശബരിമല. നമ്മളെ ഏകോപിപ്പിക്കുന്നു ശബരിമല. നമ്പൂതിരി ആയതുകൊണ്ട് 40 ദിവസം മതിയോ മണ്ഡലമാസത്തിൽ വ്രതം? ഇല്ല. പുലയനായി എന്നതുകൊണ്ട് 42 ദിവസം വേണോ? വേണ്ട. പുലയനും പറയുന്നു നായരും നമ്പൂതിരിയും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ രാഷ്ട്രീയവും ജാതിയും ഒക്കെ ശബരിമല മണ്ഡലമാസ സമയത്ത് ഇല്ലാതായി പോകുന്നു. അപ്പൊ ഈശ്വരൻ ദൈവചിന്തകൾ നമ്മളെല്ലാം ഒന്നിപ്പിക്കും. അതാണ് പ്രാർത്ഥനയിലൂടെ, ദൈവത്തെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒന്നിപ്പിക്കുന്നത്. അപ്പൊ അവിടെയാണ് സായം സന്ധ്യയിൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ സായം സന്ധ്യയിലാണ് ആര് വന്നത്? മന്ധര വന്നത്. മന്ധര കണ്ട ഉടനെ കൈകേയിയെ എടി എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മന്ധരയ്ക്ക്. എന്താണെന്നറിയോ? കൈകേയി എടുത്തു വളർത്തിയത് മന്ധരയാണ്. കൈകേയിയുടെ അമ്മയുടെ ദാസിയാണ്, തോഴിയാണ്, പ്രഥമ തോഴിയാണ് മന്ധര. ഇവിടെ വലിയ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ വന്നുടനെ ചോദിച്ചു, എന്താ ചോദിച്ചത്? എന്താടി നിനക്കിത്ര സന്തോഷം? അപ്പോൾ പറഞ്ഞു, നാളെ എൻ്റെ മകന്റെ പട്ടാഭിഷേകം. ഈ മന്ത്രമാണ് ചോദ്യം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിനെ കലുഷിതമാക്കുന്നത്? നല്ല ചോദ്യങ്ങളാ ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഭരതനാണോ രാജാവാകുന്നത്? പെണ്ണുങ്ങൾക്ക് അറിയുന്നുണ്ടാണോ രാമനാണ് രാജാവാകുന്നത്? LKG കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷെ ബോധപൂർവ്വം ചോദിച്ചാൽ അല്ല, രാമനാണ് രാജാവാകുന്നത്. കൈ വിട്ടുകൊടുക്കില്ല. രാമൻ നിന്റെ മകനാണോ? അപ്പോൾ കൈ, രാമൻ എൻ്റെ മകനാണ്. അപ്പോൾ മന്ധര, നീയാണോ രാമനെ പ്രസവിച്ചത്? അപ്പോൾ കൈകേയി, ഞാനല്ല പ്രസവിച്ചത്, കൗസല്യ. ഞാൻ പ്രസവിച്ച ഭരതനേക്കാൾ എനിക്ക് പ്രിയം എൻ്റെ രാമനെയാണ്. ചോദ്യങ്ങൾ 5-10 ചോദ്യശരങ്ങൾ ചെയ്ത് ഒന്നും കാര്യം വീണില്ല. കൈകേയി വീഴും. പക്ഷെ 11ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറയും ലഡു പൊട്ടി എന്നൊക്കെ പറയില്ല. ലഡു പൊട്ടി. ചോദ്യം ഇതായിരുന്നു, രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും. സംഭവം കേട്ടോ, ബാഹുബലിയാണല്ലേ രാജമാത ശിവകാമി ദേവി. രാജാവിന്റെ ഭാര്യ, രാജാവിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ഒരു അധികാര സ്ഥാനം. രാജാവിന്റെ ഭാര്യയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവിന്റെ അമ്മയാവുക എന്ന് പറഞ്ഞാൽ വലിയ സിംഹാസനം, രാജപത്നി. അപ്പോൾ ചിന്തിച്ചു, എന്റെ ഭർത്താവിന് ഏറെ പ്രായമായിരിക്കുന്നു. ഈ മന്ത്രം പറഞ്ഞു കൊടുക്കുക, നിന്റെ ഭർത്താവ് നീ തമ്മിൽ 30 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കൂട്ടത്തിൽ നീ യുവതിയാണ്, സുന്ദരിയാണ്. നിന്റെ മകൻ രാജാവായാൽ നീ രാജമാതാവായിരിക്കും. രാജമാതാവായാൽ ഈ മന്ത്രിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. രാജമാതാവിന്റെ പ്രഥമ തോഴി ആരായിരിക്കും? മന്ത്രിയായിരിക്കും. രാജമാതാവിന്റെ PA. മനസ്സിലായില്ലേ? വലിയ പൊസിഷനാ. അല്ലെ മന്ത്രിമാരുടെ പിയാവരൊക്കെ എന്തൊക്കെയാ ബഹളം നാട്ടിലില്ലേ? ഇതുപോലെ വലിയ PA സ്ഥാനം കിട്ടും. ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് കൈകേയിയുടെ മനസ്സിനെ കലുഷിതമാക്കിയപ്പോൾ മന്ത്രിയോട് അങ്ങോട്ട് ചോദിച്ചു, മന്ത്രി എന്താ വഴിയുള്ളത് രാജമാതാവാൻ? അതിന് ഭരതൻ രാജാവാണ്. അതെ, ഭരതനെ രാജാവാക്കില്ലല്ലോ. ഭരതൻ രാജാവാക്കി, രാമൻ രാജാവായിട്ട് നിതാ കാണാൻ ഇനി 12 മണിക്കൂറേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഇപ്പോൾ ആരാ പറയുന്നത്? ഉള്ളിൽ കടന്നുകൂടിയ ക്രോധമാകുന്ന ജ്യേഷ്ഠ കൈകേയിയുടെ വ്യക്തിത്വത്തെ മുഴുവൻ നശിപ്പിച്ചു കാണും. എങ്ങനെയെങ്കിലും എനിക്ക് രാജമാതാവാണെന്ന ചിന്തയിലാണ്. പണ്ടത്തെ ഒരു ചരിത്രം മന്ധര ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് ദേവന്മാർക്ക് വേണ്ടി അലരാടുമ്പോൾ നീ നിന്റെ ഭർത്താവിന്റെ തേരാളിയായിട്ട് കൂടെ പോയി. അന്ന് തേരിന്റെ ചക്രം കറങ്ങിയപ്പോൾ നീ തിരിച്ചെടുത്തു. നടക്കുന്ന കേസാണ് ഇതൊക്കെ. ഈ കൈകേയിയുടെ വെള്ളത്തെ ഇമ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അല്ല, അതൊക്കെ അങ്ങനെ ഒരു കഥയെ രാമായണത്തില്ല കേട്ടോ. അങ്ങനെ ഒരു രാമായണത്തിലും അങ്ങനെ ഒരു കഥയില്ല. മറിച്ച് യുദ്ധത്തിൽ മുറിവേറ്റ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ദശരഥ മഹാരാജാവിന് പ്രഥമ ശുശ്രൂഷ നൽകി ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളെ നൽകിയപ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി അയാൾ തിരിച്ചടിച്ചു. ദേവന്മാർക്ക് വേണ്ടി അടരാടി അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നിനക്ക് ഞാൻ അങ്ങേയറ്റം സംപ്രീതനായിരിക്കുന്നു, ചോദിക്കൂ 2 പേർ. ഭാര്യ അന്ന് മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വരവൊന്നും വേണ്ട, ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത്. ഇയാൾ തന്നെ ചോദിക്കൂ. അപ്പൊ കൈകേയി പറഞ്ഞത് പിന്നെ ചോദിക്കാം. പക്ഷെ കൈകേയിയുടെ ഉള്ളിൽ എവിടെയോ ഒരു ദുഷ്ടബുദ്ധി ഉണ്ടായിരുന്നു. കൈകേയി മറന്നുവോ? പിന്നെ ചോദിച്ചാൽ മറന്നു. അന്നേരം ഇയാളൊരു ഡയലോഗ്, ദശരഥൻ
ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ വാക്ക് മാറ്റി പറയണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. ഇവിടെയൊക്കെ സൂര്യൻ എവിടെ ഉദിക്കാം? കിഴക്ക്. അന്നും സൂര്യൻ കിഴക്കിനെയാണ് ഉദിക്കുക. അപ്പൊ ഡയലോഗ് അടിച്ചു, ഈ വര ഇപ്പൊ ചോദിക്കണം, 2 വരം ചോദിക്കണം. ഒന്നാമത്തെ വരം ഭരതര രാജാവാക്കണം. അതുപോലെ മതിയല്ലോ, ഓരടി രാമനെ കാട്ടിലയക്കണം. അപ്പോൾ കൈ ആകെ വിഷമിച്ചു. ഇതിന് രാമനെ കാട്ടിലയക്കുന്നത് ഭരതൻ രാജാവൊക്കെ പോരെ? എന്റെ മണ്ടി, നിന്റെ ഈ രാമൻ നാട്ടിലുണ്ടെങ്കിൽ ഭരതനെ ആരെങ്കിലും ബഹുമാനിക്കോ? ഭരതനെ ആരെങ്കിലും സ്നേഹിക്കോ? നാട്ടുകാർ മൊത്തം ഭരതനെ പ്രാഗിക്കൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കില്ലേ? ഒരാളെ കാണാതായി കഴിഞ്ഞാൽ പിന്നീട് ചിന്തിക്കില്ല. അവരുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് അവർ പ്രേരണ സ്രോതസ്സായി മാറുന്നത്. അതുകൊണ്ട് 14 കൊല്ലം രാമൻ കാട്ടിലേക്ക് പോട്ടെ. അങ്ങനെ സായം സന്ധ്യ കുളിക്കാതെ ജപം നടത്താതെ കമഴ്ന്നു കിടന്ന് കരയുന്ന കൈകേയി കാണുവാൻ തോഴി പറഞ്ഞതനുസരിച്ച് ദശരഥ മഹാരാജാവ് വന്നു. മുടിയിൽ തടവി കൊടുത്തു. പിന്നെ സ്ഥിരം നമ്മത്തല്ലോ, മുടി കൈയൊക്കെ തട്ടി മാറ്റി. എന്നിട്ട് പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? അപ്പൊ ദശരഥൻ നിന്നെ കുറിച്ച് വിചാരിക്കാതെ ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് വിചാരിക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു, എന്നെ കുറിച്ച് നിങ്ങൾ വിചാരിക്കാറുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ അന്ന് 2 വരം നിങ്ങളോട് പറഞ്ഞില്ലേ? അതിപ്പോ ചോദിച്ചാൽ തരുമോ? പിന്നെ ചോദിച്ചോളൂ. ദശരഥ മഹാരാജ് പ്രതീക്ഷിക്കുന്ന ഒരു 100 പട്ടുസാരിയും 200 പവനാണ്. മനസ്സിലായില്ലേ? പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം അതൊക്കെ. ഭരതനെ രാജാവാക്കണം, രാമനെ 14 കൊല്ലം കാട്ടിൽ പറഞ്ഞേക്കണം. പിന്നെ രാജാവിനെ കാണുന്നത് താഴെ വാഴ വെട്ടിയിട്ടതുപോലെ രാജാവ് എവിടെ കിടന്നു? ബോധം പോയി. ബോധം വന്ന സമയത്ത് രാജാവ് നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ആരെ? കൈകേയിയെ വഴക്ക് പറയാൻ വേണ്ടി അടുത്ത ഡിക്ഷണറി നോക്കിയപ്പോൾ കിട്ടിയ വാക്ക് നീചേ, ദുഷ്ടേ, രാക്ഷസി, ഈ 3 വാക്കുകളായിരുന്നു. ഇംഗ്ലീഷിലാണെങ്കിലോ താമ്പോലെ തെറിയില്ലേ? തെറിയില്ലാത്ത ഭാഷയാണ് സംസ്കൃതം. ഒരു വാക്കിന് തുല്യമായ 10 വാക്കുകളെ ലോകത്തിൽ ഏത് ഭാഷയിലും നിങ്ങൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു വാക്കിന് തുല്യമായ 1000 വാക്കുകൾ പറയും സംസ്കൃതം. ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, 1000 പേര് പറഞ്ഞു അല്ലേ? ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, 3 വാക്കപ്പത്തനമല്ലോ. 1000 വാക്കുകൾ പറയുവാൻ ശേഷിയുള്ള ഭാഷയാണത്. അതുകൊണ്ട് ദുഷ്ടേ, നീചേ, രാക്ഷസി എന്നൊക്കെ പറഞ്ഞു. ഒരു മാറ്റവും ഇല്ല. ആർക്ക്? കൈ അങ്ങനെ പറവൽ ഉറച്ചിരിക്കുക. നോ കോംപ്രമൈസ്. രാമനെ കാട്ടിലേക്കണം, ഭരതനെ രാജാവാക്കണം. രാമൻ പ്രഭാതമായി അച്ഛനെ കാണുന്നില്ല. രാമൻ വന്നു നോക്കുമ്പോ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എന്റെ അച്ഛൻ പടുവൃദ്ധനായി മാറിപ്പോയല്ലോ ദൈവമേ എന്ന് ദുഃഖത്തോടുകൂടി ഓർത്ത് രാമനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടിക്കരയുന്ന ദശരഥ മഹാരാജാവിന് ഗദ്ഗതം നിറഞ്ഞ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ തടുത്തു നിർത്തുവാനോ വാക്കുകളെ പുറത്തേക്ക് ഒടിയിപ്പിക്കാനോ കഴിയാതെ വന്നപ്പോ എന്റെ അച്ഛൻ എന്താ ഇളയമ്മ ഇങ്ങനെ കരയുന്നത് എന്ന് രാമൻ ആരോട് ചോദിച്ചു? കൈയെ പറയാ, നിന്റെ അച്ഛനോട് പണ്ട് ഒരു വരന്തരാന്ന് പറഞ്ഞു 2 എണ്ണം. ഞാൻ ഇപ്പൊ ചോദിച്ചില്ല ഈ മനുഷ്യനിങ്ങനെ പശു കരയും പോലെ കരയുന്നത്. എന്തായിരുന്നു വരം? ഒന്നുമില്ല, നിന്നോട് 14 കൊല്ലം കാട്ടിൽ പോകാനും എന്റെ മകൻ ഭരതൻ രാജാവാകാൻ ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു സിനിമയിലെ നമ്മുടെ രേവതി പറയുന്നത് ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് രാമൻ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14,000 വർഷം കാട്ടിൽ പോകുവാനും ഈ മകൻ തയ്യാറുള്ളപ്പോൾ എന്റെ അച്ഛൻ കരയുകയും. അതാണ് മക്കളെ പുത്രനോർ പുത്രി എന്ന് വിളിക്കുന്നത് ഭാരതം. 1-ാമ നരകത്തിൽ നിന്ന് പിതാവിനെ പ്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവൻ പുത്രിയോർ പുത്രൻ. നരകത്തിൽ പതിക്കാതെ മാതാപിതാക്കളെ നോക്കുന്ന മക്കളുടെ പേരാണ് പുത്രനോർ പുത്രി. അല്ലാത്ത കുട്ടികളെ സണ്ണ്, ഡോക്ടർ എന്നൊക്കെ വിളിച്ചാൽ കേട്ടോ. പുത്രനോർ പുത്രി, ഞാൻ പോകാൻ തയ്യാറാണ്. അങ്ങനെ പിറ്റേ ദിവസം പട്ടാഭിഷേകത്തിന്റെ അന്ന് രാമൻ ഇവിടെ പോകുന്നു? കാട്ടിൽ പോകുന്നു. രാമൻ കാട്ടിൽ പോകുവാൻ തയ്യാറായി വരുമ്പോൾ രാമന്റെ കൂടെ സീത പോകുന്നു. വൈദേഹത്തിലെ രാജകുമാരി വൈദേഹി, ജനകന്റെ പുത്രി ജാനകി. കാട്ടാറിലെ വെള്ളം കുടിച്ചും കൈകരികൾ ഭക്ഷിച്ചും 14 കൊല്ലക്കാലം കാട്ടിൽ ജീവിക്കുവാൻ എന്നോട് പോകാൻ പറഞ്ഞപ്പോൾ നീ എന്തിനു വരുന്നു? ഗുഹയ്ക്കുള്ളിലാണ് താമസം, പട്ടുമെത്ത് അവിടെയില്ല. ഈ സമയത്ത് സീത കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എവിടെയാണോ എന്റെ രാമൻ, അതാണ് എനിക്ക് എന്റെ അയോധ്യ. സുഖദുഃഖ സമയകൃത്വാലാഭാലാഭോചയാജയോയുദ്ധായുജ്യസ്വ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. സുഖദുഃഖ ലാഭനഷ്ട ജയപരാജയ സമ്മിശ്രമായ ജീവിതത്തിൽ എന്നും കൂടെ നിൽക്കുന്നവളാണ് സഹധർമ്മിണി ഭാര്യ. അവിടെ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ലക്ഷ്മണൻ കൂടെ വരുന്നു. നീ ഇങ്ങോട്ട് പോകുന്നു, നിന്റെ ഭാര്യ ഊർമിള എവിടെ? എന്നോട് നിന്റെ യുവത്വമല്ലേ, നീ എന്റെ കൂടെ വരണ്ട. നിന്നോട് കാട്ടിൽ പോകാൻ കൈ പറഞ്ഞില്ലല്ലോ.
അപ്പൊ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് ലക്ഷ്മണൻ. വന്യമൃഗങ്ങളും ഘോരമൃഗങ്ങളും വിരാജിക്കുന്ന കാട്ടിൽ എന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയ്ക്കും കാവൽ കിടക്കുവാൻ മറ്റാരുണ്ട്? സഹോദരങ്ങൾ. രമയുടെ വയറ്റിലല്ല രണ്ടുപേരും ജനിച്ചത്, പക്ഷെ അവർ തമ്മിലുള്ള ഗാഠബന്ധം വളരെ വലുതാ. 3 പേരും കാട്ടിലേക്ക് പോകുന്നു. രാമാ രാമാ വിളിച്ചുകൊണ്ട് രാജാവ് മരിച്ചു പോകുന്നു. താപസന്റെ ശാപം ഫലിച്ചിരിക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാലും ഒരു നാൾ അർഹമായ ആളുകളുടെ ശാപം നമ്മളെ തേടി വന്നിരിക്കും, ഉറപ്പായിട്ട് വന്നിരിക്കും. അതുകൊണ്ട് ദുർബലന്മാരോട്, നിസ്സഹായന്മാരോട്, നമ്മളോട് കളിക്കുവാൻ ശേഷിയില്ലാത്തവരോട് നമ്മൾ അവരെ പറ്റിക്കരുത്, നമ്മൾ അവർക്ക് വേദന നൽകരുത്. അവരെ ശപിച്ചാൽ തീർച്ചയായിട്ടും അത് ഫലിച്ചിരിക്കും. കേകയ രാജ്യത്തേക്ക് ആളയച്ചു. ഭരതനെയും ശത്രുവിനെയും വിളിച്ചുകൂട്ടാൻ വേണ്ടി രണ്ടുപേരും വന്നു നോക്കുമ്പോൾ ശ്മശാന മൂകത. കാര്യങ്ങൾ അറിഞ്ഞപ്പോ ശത്രുഘ്നെ ഓടിച്ചെന്ന് മന്ത്രിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കഴുത്തിന് വെട്ടാൻ ഒരുങ്ങുമ്പോൾ ഭരതൻ പറയുകയാണ്, അരുത് ശത്രുഘ്ന, രാമൻ ഇത് ഇഷ്ടപ്പെടില്ല, ജ്യേഷ്ഠൻ ഇത് ഇഷ്ടപ്പെടില്ല. ഭരതന്റെ ധാർമ്മിക ബോധം പോലും രാമനിൽ അധിഷ്ഠിതമായിരുന്നു എന്നറിയണം. ഓടിച്ചെന്ന് കൗസല്യ മാതാവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കൗസല്യയോട് പറയുന്ന വാക്ക് അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ വളരെ ഭംഗിയായിട്ട് ഭാഷാപിതാവ് പറഞ്ഞിരിക്കുന്നു. 100 ബ്രഹ്മഹത്യാ പാപം എനിക്ക് വന്നുകൊള്ളട്ടെ, ഞാനിത് അറിഞ്ഞിട്ടില്ല അമ്മേ. എന്റെ ദുഷ്ടബുദ്ധിയായ എന്റെ അമ്മ ചെയ്തു വെച്ച ഈ ദ്രോഹം ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മേ. സ്വപ്നത്തിലെങ്കിലും നീ അയോധ്യയിലെ രാജാവാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും കാട്ടിൽ പോയിട്ട് ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. പരിവാരങ്ങൾക്കൊപ്പം കാട്ടിൽ പോകുന്നു. അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞപ്പോ എല്ലാവരും 4 സഹോദരങ്ങളും പൊട്ടിക്കരയുന്നു. ഈ സമയത്ത് ഭരതൻ പറയുന്നു, കൂടെ വരൂ ജ്യേഷ്ഠ, പറ്റില്ല, കർമ്മങ്ങളേറെ ചെയ്യുവാനുണ്ടെന്ന് വസിഷ്ഠമുനി ഓർമ്മപ്പെടുത്തിയപ്പോ രാമന്റെ പാദുകങ്ങളെ തലയിൽ ചുമന്ന് തിരിഞ്ഞു നടക്കുന്ന ഭരതൻ തിരിഞ്ഞു നോക്കി രാമനോട് പറയുന്നൊരു വാക്കുണ്ട്, ജ്യേഷ്ഠ, എന്നാണോ 14 വർഷം പൂർത്തിയാകുന്ന അന്ന് പ്രഭാതത്തിൽ അയോധ്യയിൽ രാമനില്ല എങ്കിൽ പിന്നീട് ഒരു നിമിഷം ഈ ഭരതൻ ജീവിച്ചിരിക്കില്ല, അഗ്നിപ്രവേശം ചെയ്ത് കളയും ഈ ഭരതൻ. 14 കൊല്ലം രാമന്റെ പാദങ്ങളെ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ചു. ഒരു വാർഡ് മെമ്പറായി തലകറങ്ങി വീഴുന്ന ആളുകളുള്ള നാട്ടിൽ ഒരു മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ട് ഒരു നിമിഷം ആ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. കാരണം ഇത് എനിക്കുള്ളതല്ലെന്ന് തിരിച്ചത്. അർഹമല്ലാത്തത് വരുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ടെൻഷൻ വളരെ വലുതല്ലേ. അർഹമല്ലാത്ത ഒരു വസ്തു നമ്മുടെ കയ്യിലേക്ക് വന്നു ചേർന്നാൽ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കുളമാക്കുന്നുവോ, ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല, എൻ്റെ അമ്മയുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് എനിക്ക് ലഭിച്ച താൽക്കാലികമായ ഒന്നാണിത്, ഇതെന്റെ ജ്യേഷ്ഠനിരിക്കേണ്ട സിംഹാസനമാണെന്ന് പറഞ്ഞുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയായി മാറിയ ഭരതനെ പരിചരിക്കുവാൻ വേണ്ടി ശത്രുഘ്നും ബ്രഹ്മചാരിയായി മാറി നന്ദിഗ്രാമിലെ പുൽപ്പായിൽ കിടന്നുകൊണ്ട് 14 കൊല്ലം നാട് ഭരിച്ച ഭരതൻ അനുഭവിച്ച ത്യാഗം വളരല്ല. രാമന്റെ ത്യാഗം മാത്രമല്ല ത്യാഗം, രാമൻ ത്യാഗം സഹിച്ചിട്ടുണ്ട് സീതയും. ലക്ഷ്മണൻ പോയപ്പോ ഊർമിള ഇവിടെയായിരുന്നു. ഭരതന്റെ ത്യാഗം മഹാത്യാഗമാണ്. പ്രിയമുള്ളവർ, ഇതിന്റെ പേരാണ് സഹോദരങ്ങൾ. ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കൾ, ഒരച്ഛന് 3 അമ്മയിൽ ജനിച്ചിട്ടും ഇവർ കാണിക്കുന്ന ആ ഗാഠബന്ധം രാമായണം വീട്ടിൽ പഠിപ്പിച്ചാൽ ഒന്നിന്റെ പേര് നമ്മുടെ മക്കൾ കലഹിക്കില്ല. 1000 കോടി രൂപയുടെ സ്വത്തുണ്ടായിക്കൊള്ളട്ടെ, അനിൽ അംബാനി മുകേഷ് അംബാനിയും കണ്ടാമിണ്ടാറില്ല. എന്താ പൈസ ഇല്ല കിട്ടാ, സത്യമായിട്ടും മിണ്ടാറില്ല. അനിൽ അംബാനി തകർന്നടിഞ്ഞു പോയിരിക്കുന്നു, അംബാനി മുകേഷ് അംബാനി കുതിച്ചു വരുന്നു. എവിടെയാണ് അവരുടെ ചെറുപ്പത്തിൽ? എനിക്കൊന്നും രാമായണം പഠിച്ചില്ല. ഒന്നിന്റെ പേരിലും സഹോദരങ്ങൾ തമ്മിൽ തല്ലില്ല. രാമായണം പഠിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് രാമൻ കാട്ടിലേക്ക് വന്നപ്പോ ഗാഠമായ വനത്തിലേക്ക് സീതയും ലക്ഷ്മണനും രാമനും പോകുന്നതോടുകൂടി അയോധ്യാകാന്ഡം അവസാനിച്ചു. 3ാമത്തെ കാണ്ഡമായ ആരണ്യകാന്ഡം തുടങ്ങുകയാണ്. ആരണ്യകാന്ഡം നമുക്ക് വേഗം പറഞ്ഞു പോവാം. ഘോരവനത്തിലേക്ക് എത്തിയപ്പോ അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ് രാമൻ, സീത. ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും മാറും. ഞാൻ കുറെ വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ ഒരു വീട്ടിൽ താമസിക്കാൻ പോയി. ഒരു പ്രോഗ്രാം വെച്ച് ഒരു വക്കീലിന്റെ വീട്ടിൽ താമസിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, 2012 നമ്മൾ മണിയാശാൻ ഉണ്ടാക്കിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു നാട്ടിൽ. ഈ വെള്ളപ്പൊക്ക സമയത്ത് ഫാന് വരെ എത്തി വെള്ളം വന്നു. എന്റെ മകൻ ആ ഒഴുക്കിൽ ഒലിച്ചു പോയി. അവരൊരു കയർ കിട്ടിയതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ 2 ആഴ്ച ഒരു ക്യാമ്പിലായിരുന്നു. 100 പേർക്കായിരുന്നു ഒരു ടോയ്ലറ്റ്. പൊരുത്തപ്പെടുവാൻ നമ്മുടെ മക്കൾക്ക് കഴിയുന്നില്ല. നമ്മുടെ വീട്ടിലെ ശൗചാലയത്തിനൊക്കെ വേണ്ടി എത്ര പൈസ ചെലവഴിക്കുന്നില്ലേ. 100 പേർ ഒരു ക്യാമ്പിൽ ഒരാഴ്ച താമസിക്കേണ്ടി വന്നാലോ, ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയിൽ മൂത്രം ഒഴിക്കേണ്ടി വന്നാലോ, എന്തി? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ഭാരതത്തെ അറിയാൻ വേണ്ടി 70 ദിവസം ഒരു യാത്ര പോയി.
അപ്പോൾ നമുക്ക് ഈ ഹൈജീനിക്ക് ചില ടോയ്ലറ്റ് കാണുമ്പോൾ നമുക്ക് പിടിക്കില്ലായിരുന്നു മുമ്പ്. ട്രെയിനിലെ ടോയ്ലറ്റൊന്നും അത്ര നല്ലൊന്നുമല്ല, ആണോ? അല്ല. ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും മാറും. ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സിലെങ്കിൽ നമ്മൾ പെട്ടുപോകും. സത്യത്തിൽ മനസ്സിലായില്ലേ? ആ ജീവിത സാഹചര്യങ്ങൾ മാറിയത് ഉൾക്കൊണ്ടു സീത. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച രാജകുമാരി കാട്ടാറിന്റെ വെള്ളം കുടിച്ചും കായ്കനികൾ ഭക്ഷിച്ചും ഗുഹയുടെ ഉള്ളിൽ കിടന്നുറങ്ങിയും മാനിനും മുയലിനൊപ്പം കളിച്ചുകൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിതത്തെ സന്തോഷകരമാക്കി. മാറി വരുന്ന സാഹചര്യത്തിൽ ദുഃഖം ഘനീഭവിച്ച ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നതിനാലാണ് സന്തോഷത്തിൽ ജീവിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ അതുമായിട്ട് അവരങ്ങനെ പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം രാവണന്റെ പെങ്ങളായ ശൂർപ്പണഖ ആരെ കണ്ടു? രാമനെ കണ്ടു. രാമനോട് മോഹിച്ചു പോയി ഐ ലവ് യു പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഇഷ്ടപ്പെട്ട പെണ്ണിനോട് ലവ് യു പറയുവാൻ ഏതൊരു പുരുഷനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പെൺമക്കൾ നോ പറയുവാനും ആൺകുട്ടികൾ നോ കേൾക്കുവാനും ശീലിക്കണം ഈ പഠന സമയത്ത്. പ്രണയത്തിന് ആരും ഇതിലൊന്നുമില്ല, പ്രണയമൊക്കെ വേണം, പക്ഷെ പ്രണയത്തിന് കാലവും സമയമുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് പ്രണയം കയറി കൂടിയാൽ ഡിഗ്രി തോറ്റിരിക്കുന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ടാ? പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. ആ പ്രണയം കാലദേശ പരിമിതികൾക്ക് അതീതമായിട്ട് ഏതെങ്കിലും കാലത്ത് വരുമ്പോൾ പ്രണയം വില്ലനായി മാറും. രാമൻ സീതയെ പ്രണയിച്ചതുപോലെ നളൻ ദമയന്തിയെ പ്രണയിച്ച പോലെ മഹേശ്വരനെ പ്രണയിച്ചിട്ട് മതിയാകാഞ്ഞിട്ട് സതി പർവ്വതത്തിന്റെ മകളായിട്ട് വീണ്ടും പുനർജനിച്ചില്ലേ? പാർവതിയായിട്ട് ഇല്ലേ? ദക്ഷയാഗ മഹായജ്ഞവേദിയിൽ അപമാനിക്കപ്പെട്ട സതീദേവി ദക്ഷയാഗകുണ്ടത്തിൽ ചാടി മരിച്ചു കളഞ്ഞപ്പോൾ ഭഗവാൻ ആ മൃതശരീരത്തെ കയ്യിൽ പിടിച്ചലറിയപ്പോൾ ലോകം കിടുകിടാ പുറച്ചപ്പോൾ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം ദേവിയുടെ മൃതശരീരത്തെ 51 പീസുകളാക്കി മാറ്റി 51 ശക്തിപീഠങ്ങളായി മാറിയത്. 51 ദേവീക്ഷേത്രങ്ങൾ. ഭഗവാനോടുള്ള പ്രണയം മതിയാകാഞ്ഞിട്ട് സതീദേവി ഉമാമഹേശ്വരി പാർവതിയായിട്ട്, പർവ്വതത്തിന്റെ പുത്രിയായിട്ട്, ഹൈമവതിയായിട്ട്, ഹിമവാന്റെ പുത്രിയായിട്ട് വീണ്ടും പുനർജനിച്ചതിനേക്കാൾ വലിയ പ്രണയത്തിന്റെ ഉദാഹരണമൊന്നും ഇവിടെ പറയാനില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശൂർപ്പണഖയ്ക്ക് ലവ് തോന്നി, ഇഷ്ടം തോന്നി. രാമനോട് പറഞ്ഞു. രാമൻ പറഞ്ഞു എന്റെ ഭാര്യയാണ് ഇവൾ സീത, ഞാൻ ഒരിക്കലും മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഭവതി അനുജനോട് ചോദിക്കും. കാരണം എന്റെ അച്ഛൻ 3 കല്യാണം കഴിച്ചിട്ടുണ്ട്, ലക്ഷ്മണന് താല്പര്യമുണ്ടെങ്കിൽ കഴിക്കാലോ. ലക്ഷ്മണൻ പറഞ്ഞു ഞാനിവിടെ കല്യാണം കഴിക്കാൻ വന്നതല്ല, ഞാൻ എന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠനെയും പരിചരിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ മാറി മാറി അപേക്ഷിച്ചിട്ടും ഇത് ഉൾക്കൊണ്ടാത്തത് കൊണ്ട്, ഇവൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തെന്ന് പറഞ്ഞുകൊണ്ട് സീതയെ കൊല്ലുവാൻ ആര് പറഞ്ഞെടുക്കുന്നു? ശൂർപ്പണഖ. ലക്ഷ്മണ എന്നൊരു വിളിയാണ് ആര് വിളിക്കുന്നത്? രാമൻ. രാമൻ എന്ത് വിളിച്ചാൽ ലക്ഷ്മണൻ അറിയാം എന്തിപ്പോ ചെയ്യണോ, പറയുന്നു വേണ്ട. അതാണ് വകതിരിവ് എന്ന് പറയുന്നത്. ചിലത് പറയാതെ മനസ്സിലാവില്ല ആളുകൾ. ഇല്ലേ? ഒരു വിളിയിൽ തന്നെ കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനെ ഒരൊറ്റ വെട്ടിട്ട് കൊടുത്തു. മൂക്കും മുലയും ഛേദിച്ചു പോയി എന്നൊരു രാമായണം പറയുന്നില്ല. മൂക്കും കാതുമാണ്, മുല ഛേദിച്ചിട്ടില്ല ലക്ഷ്മണൻ. മുലസ്ഥനം എന്ന് പറയുന്നത് സമുദ്രവസരേ ദേവി പർവ്വത സ്ഥലമണ്ഡലേ, മാതൃത്വത്തിന്റെ പ്രതീകമാണ്. അതൊരിക്കലും ഛേദിച്ചിട്ടില്ല. മൂക്കിങ്ങനെ ഏറെക്കുറെ പകുതി ചെത്തിപ്പോയി. ഒരു സ്ത്രീയുടെ ഏറ്റവും സൗന്ദര്യമുള്ള അവയവങ്ങളൊന്നാണ് മുഖത്തുള്ള മൂക്ക്. മൂക്കൊക്കെ ചെത്തിപ്പോയി എന്ത് കാണാൻ എന്ത് ഭംഗിയുണ്ടാവും ഇല്ലേ? അവിടെ മൂക്കൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ചോര ഒലിപ്പിക്കുന്ന മൂക്കുമായിട്ട് ഗരൻ അർദ്ധ സഹോദരൻ, കസിൻ ബ്രദർ ആയിട്ടുള്ള ഗരന്റെ അരികിലെത്തി. ഗരനെ 7 പേരെ അയച്ചു. 7 പേര് 7 ബാണം കൊണ്ട് രാമൻ കൊന്നു. പിന്നീട് ഗരനടക്കം 16,000 പേര് വരുന്നു. അവരെ ജസ്റ്റ് 72 മിനിറ്റോട് രാമൻ കൊന്നു. അങ്ങനെയാണ് ശൂർപ്പണഖ എവിടെ എത്തി? രാവണന്റെ അരികിൽ ലങ്കയിലെത്തി. രാവണനോട് പറഞ്ഞു എന്റെ മൂക്ക് ചെത്തി കളഞ്ഞു. അപ്പൊ രാവണൻ പറഞ്ഞു നിന്റെ കയ്യിലിരിപ്പായിരുന്നു, നീ അങ്ങനെ നല്ലൊരാളൊന്നുമല്ല, നല്ല അഭിപ്രായം ആർക്കില്ല. രാവണന് പെങ്ങളെ കുറിച്ചില്ല. വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് വലിയ താല്പര്യമൊന്നും രാവണൻ ഉണ്ടായിരുന്നില്ല. അത് നിന്റെ കയ്യിലിരിപ്പായിരുന്നു. അങ്ങനെ രാവണന്റെ വീക്ക്നെസ് കയറി പിടിച്ചു. ജ്യേഷ്ഠ, ഈ മൂക്ക് പോയതിന്റെ ചരിത്രം അറിയാം. നീ ചരിത്രം പറയുന്നത്, ഞാൻ കാട്ടിലൊരു സുന്ദരിയെ കണ്ടു. ഏത് ദേവലോക അപ്സരസുകളും നാണിച്ചു പോകുന്ന സൗന്ദര്യധാമം. ശരിയാണ്, സീത അത്രയും സൗന്ദര്യമുണ്ട്. കാട്ടിലാണോ ഇവൾ ജീവിക്കേണ്ടത്, അതോ രാവണന്റെ അന്തപുരത്തിലാണോ? ലഡു പൊട്ടിയല്ല, സംഭവം പൊട്ടി. ചില വലിയ മാനേജർമാർക്ക് ഒരു ബ്രാൻഡി കുപ്പി കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചില ആളുകൾ സാധിച്ചു. നല്ല വീക്ക്നെസ് മദ്യപാനാണെങ്കിൽ അവിടെ കയറി പിടിക്കും. മനസ്സിലായി? ഒരു കുപ്പി കൊണ്ട് മറ്റ് പലരും സാധിക്കാത്ത സാധ്യതകളൊക്കെ സാധിപ്പിച്ചാണ്. വീക്ക്നെസ് കയറി പിടിക്കുക. ഇയാളെ വീക്ക്നെസ് എന്താ? സ്ത്രീകളാണ്. അപ്പൊ അതിൽ കയറി പിടിച്ചു. എനിക്ക് അവളെ ഒന്ന് കാണാൻ കണ്ടു. പെങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റില്ല, പറഞ്ഞതിനേക്കാൾ സൗന്ദര്യം കൂടുതലാണ്. അങ്ങനെയാണ്
മാരീചനെ അയച്ചതും ആ കഥയൊക്കെ അറിയില്ലേ? മാരീചൻ പോയതും പിന്നെ മാരീചനെ രാമൻ അമ്പ ചെയ്ത് കൊന്നതും. ഈ സമയത്ത് സീത ഒരു തെറ്റായ വാക്ക് ലക്ഷ്മണനോട് പറഞ്ഞു. അതുകൊണ്ട് സീതാദേവിക്ക് അഗ്നിപ്രവേശനം ചെയ്യരുത്, അഗ്നിയിലൂടെ നടന്ന് ചാരിത്ര ശുദ്ധി തെളിയിക്കരുത്. അതായത് ലക്ഷ്മണൻ പോകാൻ തയ്യാറായില്ല. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നിന്റെ ജ്യേഷ്ഠന്റെ നിലവിളി കേൾക്കുന്നില്ലേ, ചെല്ലൂ. ലക്ഷ്മണൻ ചിരിച്ചോട് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്റെ രോമരൂപത്തിൽ തൊടാൻ പറ്റുന്ന ഒരാൾ ഈ ഭൂമിയിൽ 17 ആരുണ്ട്? അപ്പോ സീത നിർബന്ധിച്ചു. ഒടുവിൽ സീത പറയാണ്, എടാ ദുഷ്ട, എന്റെ ഭർത്താവ് പ്രാണരക്ഷാണെന്ന് നിലവിളിക്കുമ്പോൾ നീ പോകാത്തത് എന്റെ ഭർത്താവിന്റെ മനുഷ്യൻ എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് പറയാൻ പാടില്ല സീതാദേവി, പറയാൻ പാടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങള്. സീതയുടെ ആഭരണങ്ങൾ കയ്യിൽ കിട്ടിയ സമയത്ത് രാമന് കണ്ണു നിറഞ്ഞിട്ട് ആഭരണങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓരോ ആഭരണങ്ങളും എടുത്തു ഉയർത്തിയിട്ട് രാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നു, ലക്ഷ്മണ ഇതിന്റെ ജ്യേഷ്ഠത്തി അമ്മയുടേതാണോ? ഈ കമ്മൽ അറിയില്ല ജ്യേഷ്ഠ. ഈ കാണുന്ന വള നിന്റെ ജ്യേഷ്ഠത്തി അമ്മയുടെയാണോ? അറിയില്ല ജ്യേഷ്ഠ. ഈ കാണുന്ന മാല നിന്റെ ജ്യേഷ്ഠത്തി അറിയില്ല ജ്യേഷ്ഠ. ഓരോന്നോരോന്ന് കാണിച്ചിട്ട് അവസാനം പാദസരം കാണിച്ചപ്പോ പറയുകയാണ്, അറിയാം ജ്യേഷ്ഠ, ഇത് ജ്യേഷ്ഠത്തി അമ്മയുടേതാണ്. എല്ലാ ദിവസവും പ്രഭാതങ്ങളിൽ പാദ നമസ്കാരം ചെയ്യുമ്പോൾ ഞാൻ ഈ പാദസരം കണ്ടിട്ടുണ്ട് എന്ന്. ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയായി കണ്ടുകരുതി ആരാധിച്ച് ഈ അനുജനോട് സീത പറയാൻ പാടുണ്ടോ ഈ വാക്ക്? അതുകൊണ്ട് സീതക്കും അഗ്നിയിലൂടെ നടക്കേണ്ടി വന്നു. അതായത് ഭാരതം നമ്മെ പഠിപ്പിക്കുന്ന, രാമായണം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ്, കർമ്മഫലത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ മഹാലക്ഷ്മിക്ക് പോലും സാധ്യം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് രാമായണം പഠിപ്പിക്കും. അതുകൊണ്ട് ചെയ്തൊക്കെ കിട്ടിക്കൊള്ളുമോ? മനസ്സിലായല്ലോ? ഉറപ്പായിട്ടും നമ്മളെ തേടി വരും കർമ്മഫലം. അതിന് പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. പിന്നെ പറയാം. ഓക്കെ, അങ്ങനെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. വഴിയിൽ വെച്ച് രക്ഷിക്കുവാൻ ഒരു പക്ഷി പരിശ്രമിച്ചു. ആരായിരുന്നു? ജടായു. ഒരു നിസ്സാരനായ പക്ഷി പോലും തനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ രക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. ആരും ഞാനാകണം എന്നൊരു കവിതയുണ്ട് യൂട്യൂബിൽ. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ മതി. ആരും ഞാനാകണം എന്നാണ് കവിതയുടെ പേര്. ഒരു ദിവസം ഒരു മകൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ വലുതായിട്ട് പാരാണ്, ഡോക്ടറാവണം, കളക്ടറാവണം, എഞ്ചിനീയറാവണം എന്നൊന്നും അമ്മ പറഞ്ഞു. അമ്മ പറയാണ്, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കും, ആരാകിലും നല്ലതെന്നുത്തരം. നീ ആരായാലും കുഴപ്പമില്ല, എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക, ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കെത്തുന്ന നീരാവുക, മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ ഉഴലുന്ന കുഞ്ഞിനു കുടയാവുക, അന്തിക്ക് കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന്റെ കൂടെ പിറപ്പാവുക. അമ്മ പറയും, ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തന്റെ കൂടെ കരുത്തിന്റെ കൂട്ടാവുക. ആപത്തിൽ പെട്ടുപോയ സീതയെ രക്ഷിക്കുവാൻ ആ പക്ഷിശ്രേഷ്ഠൻ പരിശ്രമിച്ചു. ചന്ദ്രഹാസം കൊണ്ട് ചെറുകളരിഞ്ഞു. ഇവിടെ രാമനോട് കാര്യം പറഞ്ഞ് ജടായു മരിച്ചുപോയി. ജടായുവിനെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് രാമൻ സംസ്കരിക്കുന്നത്. ഒരു പക്ഷിയാണെന്ന് തന്നെ എവിടെയും കുഴിച്ചിട്ടില്ല. യഥാവിധി മനുഷ്യനെ സംസ്കരിക്കുന്ന പോലെ തന്നെ രാമൻ അതിനെല്ലാ ആദരവും കൊടുത്തു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ആളെ കുറിച്ച് ഏകദേശ ധാരണ കിട്ടുന്നതോടുകൂടി ആരണ്യകാണ്ഡം അവസാനിച്ചു. 4ാമത്തെ കാണ്ഡമാണ് കിഷ്കിന്ധാകാന്ഡം. എങ്ങനെ മക്കൾ ജനിക്കാൻ പാടില്ലയോ അങ്ങനെ ജനിച്ച 2 മക്കൾ തമ്മിലുണ്ടാക്കിയ അലമ്പ് കേസിന്റെ പേരാണ് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത്. ഒരു ദിവസം ഇന്ദ്രൻ അവിടെ ഒരു സഭ നടത്തി. ആ സഭയില് പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രവേശിക്കുള്ളൂ. നാടകശാലയാണ്, ഇന്ദ്രന്റെ നാടകശാല. സുന്ദരികളായ പെണ്ണുങ്ങളെ മാത്രം കയറി. അപ്പോഴാണ് സൂര്യന്റെ തേരാളിയായ അരുണൻ ഈ നാടകം കാണുമെന്ന് തോന്നിയത്. അപ്പൊ ഇയാൾ വന്നിട്ട് കിളിവാതിലൂടെയൊക്കെ നോക്കി, ഒന്നും കാണുന്നില്ല. അങ്ങനെ ഇയാൾ കേൾക്കാൻ നോക്കിയപ്പോ ഇവിടെ കേട്ടില്ല എന്നാല് പറഞ്ഞു? ദേവേന്ദ്രൻ പറഞ്ഞു, ഇയാൾ അതിസുന്ദരിയായ അപ്സരസായി മാറി. ആര്? വരുണൻ. ഇയാളെ കണ്ടപ്പോൾ, ഈ അപ്സരസിനെ കണ്ടപ്പോൾ ബാക്കി എല്ലാ സ്ത്രീകളെയും പുറത്താക്കി. ആര്? ദേവേന്ദ്രൻ. അതിലുണ്ടായ കുട്ടിയുടെ പേരാണ് ബാലി. മനസ്സിലായല്ലോ? അന്ന് 10 മിനിറ്റ് ലേറ്റായി സൂര്യൻ വിളിക്കാൻ. അപ്പൊ സൂര്യൻ ചോദിച്ചു, നീ എവിടെ പോയി? അപ്പൊ ഞാനിങ്ങനെ, ആ രൂപ എനിക്കൊന്നും കാണണമല്ലോ. കണ്ടു. അതിലുണ്ടായ കുട്ടിയുടെ പേരാണ് സുഗ്രീവ. എങ്ങനെ മക്കൾ ഉണ്ടാവാൻ പാടില്ലയോ അങ്ങനെ ഉണ്ടായി. നമ്മൾ ഹിന്ദുക്കൾ പഠിക്കേണ്ട 16 കാര്യങ്ങളുണ്ട്. പിന്നെ പറയാം. ഷോഡശ സംസ്കാരം എന്നാണ് അതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ ഒരു ഹിന്ദു അറിഞ്ഞിരിക്കേണ്ട 16 കാര്യമുണ്ട്. ഒരു സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം, തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് എടുക്കേണ്ട പ്രതിജ്ഞ എന്ത്, 1-ാം മാസം എന്ത് ചെയ്യണം, 2-ാം മാസം എന്ത് ചെയ്യണം, 6-ാം മാസം എന്ത് ചെയ്യണം, നെയ്കുട്ടിയൊപ്പം ഭക്ഷണം കഴിക്കണം, പ്രസവിച്ചയുടെ കുഞ്ഞിനെ ആരാണ് ആദ്യം സ്വീകരിക്കേണ്ടത്, എന്താണ് നാമകരണം, എന്താണ് നിഷ്ക്രമണം, എന്താണ് അന്നപ്രാശം, എന്താണ് ബർത്ത്ഡേ.
എപ്പോഴാണ് ചൂടാകർമ്മം, മുടി മുറിച്ച് കളയേണ്ടത്, മുടി പഠിച്ച് കളയേണ്ടത് എപ്പോഴാണ് വിദ്യാരംഭം. എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്. എത്ര ശ്രേഷ്ഠമായിട്ട് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കാനുണ്ടല്ലോ. സൂപ്പറായിരിക്കും മക്കളൊക്കെ. ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മക്കളെ പോത്തേന്ന്. രാവിലെ 6 മണിക്ക് കുട്ടി എണീക്കണം. 6 മണിക്ക് വിളിച്ചപ്പോൾ കുട്ടി എണീറ്റില്ല. 6:15 അമ്മ അടുക്കളയിൽ പോയി, ചൂടായി വന്നു, വീണ്ടും വിളിച്ചു, എണീറ്റില്ല. 6:30 ആയപ്പോൾ നിങ്ങളൊക്കെ വളരെ ഡീസന്റ് പാർട്ടീസാണ്. ഞങ്ങളുടെ നാട്ടിലെ ചില അമ്മമാര് കുട്ടികളെ വിളിക്കുമ്പോൾ എന്താ വിളിക്കുക? പോത്ത് പോലെ കിടന്നുറങ്ങാൻ എണീറ്റ് പോടാ, പോത്തേന്ന് എണീക്കുകയും ചെയ്യും. പക്ഷെ കുട്ടി ആരായിത്തീരും? പതുക്കെ പോത്തായി തീരും. അമ്മ രാവിലെ വിളിച്ചത് പോത്തെന്നാണല്ലോ. പക്ഷെ കാട്ടിൽ ഉറങ്ങിപ്പോയ രാമനെ വിശ്വാമിത്ര മഹർഷി എങ്ങനെയാ വിളിച്ചത്? പോത്തെന്ന. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. കേട്ടിട്ടില്ലേ വെങ്കടേശ്വര സുപ്രഭാതം? കൗസല്യ സുപ്രജ രാമ, കൗസല്യയുടെ നല്ല മകനായ രാമ. പൂർവ സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ. നരശാർദൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവരെ. എന്തിനായി എണീക്കുന്നത്? കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നും മോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തേ എണീക്കൂ എന്ന് പറയുന്നത് ഒരുപോലെയാണ് അമ്മമാര്. അവളോട് മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ, ചെയ്യേണ്ട 18 കാര്യങ്ങൾ പിന്നെ പറയും. സമയം അങ്ങനെ ഈ മക്കൾ കലഹിച്ചു, ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ. ആ സമയത്താണ് ഹനുമാൻ ആരെ കാണുന്നു? രാമലക്ഷ്മണന്മാരെ കാണുന്നു. ഭക്തിയുടെയും നൈർമല്യത്തിന്റെയും സത്യസന്ധതയുടെയും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഹനുമാൻ. അതുകൊണ്ട് ബാലി ചിലപ്പോൾ ഹനുമാനേക്കാൾ ശക്തനാണ്. പക്ഷെ ബാലിക്കും സുഗ്രീവനോട് നമ്മൾ ഹിന്ദുക്കൾ എവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ലോകം മുഴുവൻ നമ്മൾ ഹനുമാന് വേണ്ടി അമ്പലം ഉണ്ടാക്കി. അത്ര ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ. നരൻ മനുഷ്യനാണോ അല്ല, നരനാണോ അല്ല, കുരങ്ങാണോ അല്ല. അതുകൊണ്ട് കുരങ്ങ് എന്ന് പറയുന്നത് നരനാണ്, വാനരൻ. എന്നിട്ട് രാമന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ട്, അങ്ങ് ഋഷ്യമുഖാചലത്തിലാണ്. അവിടെ ബാലിക്ക് കയറാൻ പറ്റില്ല. ചെറിയൊരു കേസ്, അത് പറയേണ്ട സമയം എനിക്കില്ലാത്തതുകൊണ്ടാണ്. ആ കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് സുഗ്രീവനായിട്ട് സന്ധി ഉടമ്പടി. സുഗ്രീവനോട് പറയുന്നു, നീ എന്താ ഇങ്ങനെ കരയുന്നത്? അത് എൻ്റെ ഭാര്യയെ എൻ്റെ ജ്യേഷ്ഠൻ അടിച്ചു കൊള്ളുകയാണ്. എന്നിട്ട് ഭാര്യയെ കൊന്നിട്ട് ഭാര്യയുടെ ഭാര്യയെ സുഗ്രീവൻ അടിച്ചു മാറ്റി കളഞ്ഞു. എടുത്ത് സുഗ്രീവനെ കൊല്ലാതിരുന്നത് രാമൻ. നമ്മളോട് ഹിന്ദുക്കളോട് ചോദിക്കുന്ന ചോദ്യം, സുഗ്രീവന്റെ ഭാര്യയെ ബാലി സ്വന്തമാക്കിയത് ബലാത്കാരേണ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ബോഡിയിൽ സ്പർശിക്കുന്നത് അന്നും ഇന്നും ക്രൈമാണ്. ശരിയാണോ? ഒരു സ്ത്രീക്ക് പരിപൂർണ്ണ സമ്മതത്തോടുകൂടി അവരുടെ ശരീരത്തെ കൊടുക്കുവാൻ 21-12 വയസ്സ് കൊടുക്കാൻ മതി. ഇപ്പൊ നിയമമാണല്ലോ അത്. ഇത് സമ്മതമില്ലാതെ നീ ചെയ്തു. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ നീ ബലാത്കാരേണ പ്രാപിക്കുകയും മനമനം ചെയ്യുകയും അവളെ നീ ഭാര്യയാക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ മരണാർഹനാണെന്ന് ബാലിയെ ബോധിപ്പിച്ചു. ബാലിക്കും സംശയമില്ല, രാമനും സംശയമില്ല. സംശയമൊക്കെ നമ്മുടെ ശില്പി ഇടണം, ശ്യാംകുമാർ, ഇവർക്കൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ബാലിയുടെ നിഗ്രഹത്തിന് ശേഷം കിഷ്കിന്ധയുടെ രാജാവായിട്ട് സുഗ്രീവൻ മാറി. സുഗ്രീവനോട് രാമൻ കൊടുത്ത വാക്ക് വന്നത്. ഒരു ദിവസം ലക്ഷ്മണൻ ബാണവുമായിട്ട് അങ്ങോട്ട് ചെന്നു. സുഗ്രീവനോട് പറയാണ്, നിന്റെ ജ്യേഷ്ഠനെ കൊന്ന ബാണം രാമന്റെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ ആ കാര്യം കത്തി. ചില വാക്കുകൾ കൊടുത്താലേ സംഭവം കത്തുള്ളൂ. കത്തിയപ്പോഴാണ് 4 ഭാഗത്തേക്കും ആളുകൾ അയക്കുന്നു. അങ്ങനെ പല ഭാഗത്തേക്കും ആളുകൾ അയച്ച കൂട്ടത്തിലാണ് ലങ്കയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതോടുകൂടി കിഷ്കിന്ധകാണ്ഡം ധാരണയെ ഇതാണ് സുന്ദരകാണ്ഡം. സുന്ദരകാണ്ഡത്തിലെ സുന്ദരനാരാ? ഹനുമാനാണ്. ഹനുമാൻ ഇത്ര സൗന്ദര്യം ഉണ്ടാവും. അതാണ് നൈർമല്യമാണ് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ 100 യോജന സാഗരം ചാടിക്കടന്ന് ഒരു മുദ്രമോദനം സീതയെ കണ്ടെത്തി കൊടുത്ത് ഇയാൾ ഇങ്ങോട്ടും വരണം. ജാമ്പവാൻ എന്ന വൃദ്ധവാനന് സമ്മേളനം വിളിച്ചുകൂട്ടി, വാരന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി. വാരന്മാരൊക്കെ ഇരിക്കുന്നു. വാരന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 100 യോജന കടലുണ്ട്, ആര് ചാടും? ഒരുത്തൻ പറഞ്ഞു, ഞാൻ 30 യോജന ചാടും, ഒരു കാര്യമില്ല. മറ്റൊരുത്തൻ പറഞ്ഞു, ഞാൻ 50 യോജന ചാടും. എന്തിന്? നടുക്കടലിൽ വീണ് ഉപ്പോളം ചാവാനും. ഒരുത്തൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചാടും. ഇതിന്റെ പേരാണ് ലൂസ് ടോക്ക്. സീരിയസ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ തമാശ പറയരുത്. മനസ്സിലായല്ലോ? അപ്പോഴാണ് ഒരാൾ അനങ്ങാതെ മാറി നിൽക്കുന്നു. വൃദ്ധമാനൻ അടുത്തെത്തി അയാളുടെ തോളിൽ കൈവച്ചിട്ട് അയാൾ ആഞ്ജനേയ എന്ന് വിളിച്ചു. അയാൾ തിരിഞ്ഞു പോയിട്ട് പറഞ്ഞു, ആരാണ് എന്റെ പേര് മാറ്റി വിളിക്കുന്നത്? എന്റെ പേര് ഹനുമാൻ എന്നല്ലേ? അല്ല, നിന്റെ പേര് ആഞ്ജനേയ. നീ എങ്ങനെ ഹനുമാനായി? ജാമ്പവാൻ പറയുകയാണ്,
നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് രാവിലെ ഉദിച്ചു ഉയരുന്ന സൂര്യനെ കണ്ട് തുടുത്ത പഴമെന്ന് ധരിച്ച് അതിനെ വിഴുങ്ങുവാൻ വേണ്ടി നീ മുകളിലേക്ക് ചാടി. നിന്റെ വരവ് കണ്ട് ഭയന്നു പോയ സൂര്യൻ സഹായത്തിനായിട്ട് ഇന്ദ്രനെ വിളിച്ചു. ഇന്ദ്രൻ ആ വജ്രായുധം നിനക്ക് നേരെ പ്രയോഗിച്ചു. ആ വജ്രായുധം നിന്റെ ഹനു എന്നാൽ താടിയിൽ തട്ടി. നീ താഴേക്ക് വീണു. നിന്റെ അച്ഛൻ വായു ഭഗവാൻ നിന്നെയും കൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു. എല്ലാവർക്കും ശ്വാസം മുട്ടി. സകല ദൈവങ്ങളും നിനക്ക് വീണ്ടും അണിനിരുന്നു. എല്ലാ ദൈവങ്ങളും അവരുടെ ശക്തി സ്രോതസ്സിൽ നിന്ന് നിശ്ചിത ശതമാനം നിനക്ക് നൽകി. അതുകൊണ്ട് എല്ലാ ദൈവിക ഗുണങ്ങളുടെയും ശക്തി സ്രോതസ്സാണ് പൊന്നുമോനെ നീ. നിന്നെ കൊണ്ട് പറ്റും. ദാറ്റ് ഈസ് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. മക്കളെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്തതാണ്. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കാലിനിടെ വെള്ളം കുടിക്കൂ. എന്താ കാര്യം? 50 നിങ്ങളല്ല കേട്ടോ, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. എന്റെ നാട്ടിലെ ചില അമ്മമാർ പറയും 50-ൽ 49 മാർക്കും മേടിച്ച് കുട്ടി വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ആ ഒന്നെവിടെ? 49നെ കുറിച്ച് ചിന്തയിൽ. 50-ൽ എത്രയാ മാർക്ക്? 49. കിട്ടാതെ പോയി ഒന്നിനെ കുറിച്ച് നോക്കിക്കുമ്പോൾ കിട്ടിയ 49-ൽ സന്തുഷ്ടരല്ല. ഇതാണ് മക്കൾ പൊതുവെ തകർന്നു പോകുന്നത്. ആലോചിച്ചു. അഭിനന്ദനങ്ങൾക്ക് അപ്പുറം മോളോട് ഏത് ചോദ്യത്തിന് ഉത്തരമായിരുന്നു തെറ്റിപ്പോയെന്ന് ചില കുട്ടി ഇങ്ങോട്ട് പറയാം, എന്റെ അമ്മ ഒരു തെറ്റ് പറ്റിപ്പോയി, എനിക്ക് അറിയാമായിരുന്നു, അബദ്ധവശാൽ പറ്റി. അവിടുത്തെ കുട്ടിയെ കണ്ടുപിടിക്കാണ് 50 അവരുടെ കാലുകഴുകി വെള്ളം കുടിക്കൂ എന്നൊക്കെയാണ് മക്കളോട് പറഞ്ഞത്. എങ്ങനെയാ മക്കൾ എന്നാവുക? അതുകൊണ്ട് നമുക്ക് പിന്നെ പറയാം അതൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ? നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഹനുമാനെ മോട്ടിവേറ്റ് ചെയ്തു. ഹനുമാൻ പിറകിലേക്ക് നടന്ന് ആകാശം മുട്ടെ വളർന്നൊറ്റ ചാട്ടം. ഇപ്പൊ ഹനുമാൻ എവിടെയുള്ള? നമ്മുടെ ദക്ഷിണ സാഗരത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഹനുമാന്റെ ഒരു കൈയിൽ ഗദയുണ്ട്, മറുകൈ ഇങ്ങനെ പിടിച്ചു പോകുന്ന ഹനുമാന് 3 പ്രതിസന്ധികൾ ഉണ്ടായി. ഒന്നാമത്തെ സുരസമാതാവ് വാവളർന്നു വന്നു കയറിക്കോളെന്ന് പറഞ്ഞു. ഹനുമാൻ ശരീരം വലുതാക്കി, സുരസ വലുതാക്കി. ഹനുമാൻ ശരീരം വലുതാക്കി, നടക്കുന്നില്ല. അപ്പോൾ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഇത്രയായി ഉള്ളിൽ കയറി പുറത്തേക്ക് വന്ന് പറഞ്ഞു, അമ്മേ രാമവായിരുന്നു പോവുകയാണ്, ഒന്ന് അനുഗ്രഹിച്ചേക്കണം, പിന്നെ മകനെ തിന്നാൻ പറ്റുമോ? ബുദ്ധി. വീണ്ടും പോകുമ്പോൾ ആരോ കാല് പിടിച്ച് വലിക്കുകയാണ്. താഴേക്ക് നിന്നു കൊടുത്തു. ഛായാഗ്രാഹിണി അടുത്ത് വന്നപ്പോൾ ഒരു ചവിട്ട് വെച്ചുകൊണ്ട് അവളെ കൊന്നു കളഞ്ഞു. ശക്തി. വീണ്ടും കടന്നു പോകുമ്പോഴാണ് മൈനാകം പൊങ്ങി വരുന്നു. മൈനാകം വെൽവിഷറാണ്, അഭ്യുദയകാംക്ഷിയാണ്. വിശ്രമിച്ചു പോകാൻ പറഞ്ഞു. സ്നേഹം കൊടുത്തു. ശക്തിയും ബുദ്ധിയും സ്നേഹവും ഡെയിലി ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കണം നമ്മളെ പഠിപ്പിച്ചു ആര്? ഒറ്റച്ചാട്ടത്തിൽ ഹനുമാൻ. അപ്പൊ നമ്മുടെ മക്കൾ ഹനുമാന്മാരാകണമെങ്കിൽ നമ്മൾ ആരാകണം? നമ്മൾ ജാമ്പവാനാകണം. മനസ്സിലായല്ലോ? ജാമ്പവാൻ എങ്ങനെയാണ് ഹനുമാന്റെ ശക്തിയെ ഉണർത്തിയിട്ട് സാഗരത്തെ കടക്കുവാൻ പ്രാപ്തമാക്കി തീർന്നത്? തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ തന്റെ ശക്തിയിൽ ആത്മവിശ്വാസമില്ലാതിരുന്ന ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്രോതസ്സിനെ ഉയർത്തി എങ്ങനെയാണ് ഈ സാഗരത്തെ 100 യോജന 1000 കിലോമീറ്റർ സാഗരത്തെ കടത്തിവിടുവാൻ പ്രാപ്തമാക്കിയിട്ട് സീതാദേവിയെ കണ്ടെത്തി മുദ്രമോതിരം കൊടുത്ത് ലങ്കയ്ക്കിട്ട് പണിയും കൊടുത്തിട്ടാണ് ആരംഭിച്ചു വന്നത്. ഇതാണ് ദൂതൻ. ഒരൊന്നര ദൂതനാണ്. അതോടുകൂടി സുന്ദരകാന്ഡം സമാപിച്ചു. 6ാമത്തെ കാണ്ഡമാണ് യുദ്ധകാന്ഡം. രാമന്റെ ഭാര്യയെ മോഹിച്ചതിന്റെ പേരിൽ രാവണാദികൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. 12 മാസക്കാലം സീതയുടെ അസാന്നിധ്യത്തിൽ ദുഃഖിതനായ രാമൻ സീതയെ കണ്ടെത്തി. രാവണനെയും കുംഭകർണനെയും എല്ലാം നിഗ്രഹിച്ച് ആ കുടുംബത്തിലെ ധർമ്മിഷ്ഠനായ വിഭീഷണന്റെ കയ്യിൽ അധികാരത്തെ ഏൽപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, സ്വർണ്ണമയൂര ലങ്ക നമുക്കുള്ളതല്ലേ? ആ സമയത്ത് രാമൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്തായിരുന്നു? ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗിരീസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരമാണെന്ന് പറഞ്ഞ് ഓടിവരുന്ന സീതയോട് പറയുന്നു, അവിടെ നിൽക്കൂ, ഈ കൂട്ടത്തിൽ ആര് നിന്നെ സ്വീകരിച്ചാലും ഞാൻ നിന്നെ സ്വീകരിക്കുന്നില്ല. ലക്ഷ്മണൻ ആളിക്കത്തിക്കുന്ന തീ ആളിക്കത്തിക്കുന്നു, അതിലൂടെ നടന്നു വരുന്നു. അതിനുശേഷം സീതയെ മാറോട് പിടിച്ചിട്ട് പറയുന്നു, സീതയെ നിന്നെ അഗ്നി പോലും തൊടുവാൻ ധൈര്യപ്പെടുന്നില്ല. നീ ഇവിടുത്തെ കടന്നു വരുമ്പോൾ രാജകുമാരന്റെ ഭാര്യയെ നോക്കിയിട്ട് സമൂഹം ചിരിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ 12 മാസം താമസിച്ച സ്ത്രീ കടന്നു വരുമ്പോൾ മറ്റ് സ്ത്രീകൾ കൊടുക്കുന്നതേ പരിഗണനയും അവഹേളനവുമായിരുന്നു നിനക്ക് കിട്ടിയെങ്കിൽ ഇപ്പൊ നോക്കൂ, അഗ്നിപ്രവേശം കഴിഞ്ഞ് മടങ്ങി വന്ന സീതയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു കിടക്കുന്ന വാനരപ്പടയും രാക്ഷസപ്പടയും ആര് കാണുന്നു? സീത കാണുന്നു. അപ്പോ രാജാവിന്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയായിരിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിഭീഷൺ രാജാവാക്കി. പുഷ്പക വിമാനത്തിൽ അവർ തിരിച്ച് അയോധ്യയിൽ എത്തുന്നതോടുകൂടി യുദ്ധകാന്ഡം അവസാനിച്ചു. ഉത്തരകാന്ഡം വളരെ സങ്കടകരമാണ്. ഒരു ദിവസം ഭദ്രൻ എന്ന് പറഞ്ഞ് ചാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു വാർത്ത കേട്ടു, ഞാനൊരു അലക്കുകാരന്റെ വീട്ടിൽ കലഹമുണ്ടായപ്പോൾ അവിടെ ചെന്നു.
അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു കലഹം പരിഹരിക്കാൻ നമുക്ക് രാമനോട് ഉപദേശങ്ങൾ തേടാം. അപ്പോൾ അലങ്കാരൻ പറയുകയാണ്, 12 മാസം രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച സീതയെ നാണമില്ലാതെ വിളിച്ചു കൊണ്ടുവന്ന രാമനോട് 15 ദിവസം വീട്ടിൽ പോയതിന്റെ പ്രോബ്ലത്തിലാണ് ഭാര്യയായിട്ട് കലഹിക്കുന്നത്. എന്റെ ഭാര്യയെ കുറിച്ച് അഭിപ്രായം ചോദിക്കണ്ട എന്നാര് പറഞ്ഞു? അപ്പോൾ പ്രജകൾ എന്ത് പറഞ്ഞു? ഭദ്ര, പ്രജകൾ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. രാജാവിന്റെ ഭാര്യയെ കുറിച്ച് പ്രജകൾക്ക് സംശയമോ? യഥാ രാജാ തഥാ പ്രജാ. പ്രിയമുള്ളവരെ, ഉത്തരകാണ്ഡം വായിക്കുക. അന്ന് രാത്രി രാമന്റെ ഉള്ളിലെ ഭർത്താവും രാമന്റെ രാജാവും തമ്മിൽ ഒരു സംഘർഷമുണ്ട്. രാമൻ എന്ന ഭർത്താവ് പറയുന്നു, നിറഗർഭിണിയാണ് എന്റെ ഭാര്യ, 7 മാസം ഗർഭിണിയാണ്, ഇവിടെ ഞാനിങ്ങനെ കാട്ടിലയക്കും. രാമ, നീ കേവലം ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്നു. ഭാര്യ, മക്കൾ, അമ്മാവൻ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു രാജാവ് സകല ബന്ധങ്ങൾക്കും അതീതനായിരിക്കണം. രാജാവിന് തെറ്റുപറ്റിയാൽ സമൂഹത്തിൽ തെറ്റും പറ്റും. രാജാവിന്റെ ഭാര്യയെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി അന്തപുരത്തിൽ തന്നെ കാത്തുരക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ നാട്ടിലെ ഓരോ പ്രജയും ധിക്കാരം തുടങ്ങുവാൻ കാരണഭൂതമാകും. അതുകൊണ്ട് സകല ബന്ധങ്ങൾക്കും അതീതമാണ് രാജധർമ്മം. അന്ന് രാത്രിയാണ് രാജധർമ്മവും ഭർത്തധർമ്മത്തെയും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ഒടുവിൽ സീതാദേവിയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുവാൻ ആരോട് പറയുന്നു? ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ സീതയെ അവിടെ കൊണ്ടുചെന്നാക്കുന്നു. സീതയ്ക്ക് അവിടെ വെച്ച് 2 മക്കൾ ലവകുശന്മാർ ജനിക്കുന്നു. മക്കളെ വാൽമീകി മഹർഷി രാമായണം പഠിപ്പിക്കുന്നു. രാമായണ കാവ്യവുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച മക്കൾ അയോധ്യയിലും വന്ന് രാമായണം പാടുന്നു. അച്ഛൻ അറിയുന്നില്ല ഇത് മക്കളാണെന്ന്, മക്കൾ അറിയുന്നില്ല ഇത് അച്ഛനാണെന്ന്. ഒടുവിൽ രാജസൂയ യാഗം നടന്ന സമയത്ത് ആ കുതിരകളെ ലവനും കുശനും പിടിച്ചു കെട്ടുന്നു. അങ്ങനെ അച്ഛനും മക്കളും യുദ്ധഭൂമിയിൽ മുഖാമുഖം വരുമ്പോൾ അവിടെ ലക്ഷ്മി എന്ന പേരിൽ താമസിക്കുന്ന സീതാദേവി അവിടത്തേക്ക് വരികയും അവിടെ വെച്ചിട്ട് ആ കുടുംബം സമാഗമം നടത്തുകയും മക്കളെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഭൂമി ദേവിയുടെ മകളായ സീത തന്റെ കർമ്മപഥം അവസാനിപ്പിച്ച് ഭൂമിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ഭൂമിക്കുളർന്ന് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുപോയി. മക്കളെയും കൊണ്ട് രാമൻ അയോധ്യയിൽ പോയി യഥാകാലം അസ്ത്രശസ്ത്ര വേദപഠനമെല്ലാം നടത്തി മക്കളെ യുവരാജാക്കന്മാരായി വാഴിച്ച് കർമ്മമെല്ലാം അവസാനിച്ച രാമൻ പാലാഴി എന്ന് പറയുന്ന മഹാസാഗരത്തിലേക്ക് കടന്നു ചെന്ന് വിഷ്ണുവിൽ അഭയം പ്രാപിച്ചതോടുകൂടി ആ വിഷ്ണു സ്വരൂപൻ 7ാമത്തെ അവതാരമായി ധർമ്മ സംരക്ഷണത്തിന് ഭൂമിയിലേക്ക് വന്ന ആ മഹാന്റെ ജീവിതം, മഹാത്മാവിന്റെ ജീവിതം അവിടെ പര്യവസാനിക്കുന്നതോടുകൂടി രാമായണം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കുന്നു.